ഇന്ന് നമുക്ക് നമ്മളുടെ ഒരു ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് ഒരുപാട് വിശിഷ്ട വ്യക്തികളാണ് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്, പാത്രമംഗലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥികളിൽ ഒരാളുടെ ചിത്രം, ഒരു കാരിക്കേച്ചർ ഇവിടെ ലൈവായിട്ട് വരയ്ക്കുന്നുണ്ട്. പ്രശസ്തനായ ചിത്രകാരനാണ്. കാരിക്കേച്ചർ വരയ്ക്കുന്നത് ശ്രീജിത്ത് പേരാമ്പ്ര. ലൈവായിട്ടാണ്. ആരുടെയാണെന്ന് നമ്മൾ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു പരിപാടി തുടങ്ങുന്നതോടുകൂടെ അവിടെ കാരിക്കേച്ചർ വരയ്ക്കും. ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളിൽ ഒരാളുടെ ആയിരിക്കും. ആരാണ് എന്ന് നമുക്ക് സസ്പെൻസ് ആണ്. കുറച്ച് കഴിഞ്ഞാലേ നമുക്കത് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങാം അല്ലേ? ആനയും അമ്പാരിയും ഒന്നും ഇല്ലാതെ ഒത്തുചേരലുകളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ നമ്മുടെ പാത്രമംഗലം എന്ന സുന്ദര ഗ്രാമം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ പാത്രമംഗലത്തുകാർ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജ് ഹൗസസ് ഓണേഡ് അറ്റ് എ സിംഗിൾ വെന്യൂ എന്ന ടൈറ്റിലിൽ നമ്മുടെ പാത്രമംഗലത്തിൻ്റെ പേര് എഴുതി ചേർത്തു എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് ജനുവരി 26 നടത്തിയ പരിപാടിയുടെ ഒരു തുടർച്ചയായിട്ട് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കാനായിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ആഹാ ആഹ്ലാദം, ടാലൻറ്റ് റെക്കോർഡ് ബുക്ക് വേൾഡ് സക്സസ് സെലിബ്രേഷൻ കലാ സാംസ്കാരിക പരിപാടി നമ്മളിതാ ആരംഭിക്കുകയായി. സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ശ്രീ ജഗൻ പാത്രമംഗലം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ ഡോക്ടർ ആർ ബിന്ദു, ജില്ലാ മെമ്പറായ ജലീലാദൂർ, കർമ്മല ജോൺസൺ, പഞ്ചായത്ത് പ്രസിഡൻ്റായ ഷോബി സാറ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയായ കേരള ഗിന്നസ് റെക്കോർഡ് ഫോറത്തിൻ്റെ അതോറിറ്റിയായ സത്താറാദൂർ, മുൻ മെമ്പർമാരായിരുന്ന ശ്യാംകുമാർ, തോമസ് വടക്കൻ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചുമതല വഹിക്കുന്ന അനിൽ വി എൻ എന്നിവരെയും, പിന്നെ എൻ്റെ മുന്നിൽ കൂടി നിൽക്കുന്ന ഈ നാട്ടുകാരായ പാത്രമംഗലത്ത് നാട്ടുകാരായ സഹൃദയരെയും പുറം നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞാൻ ആദ്യമായി നമസ്കാരം പറയുന്നു. കഴിഞ്ഞ മാസം ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനത്തിൽ പാത്രമംഗലത്തിന് എന്നെന്നും ഓർക്കാവുന്നൊരു ദിവസമായി മാറുകയായിരുന്നു. പാത്രമംഗലം പാലം പണിതിട്ട് ഈ കൊല്ലത്ത് 50ാം വാർഷികവും സുവർണ ജൂബിലിയും ആഘോഷിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്ന് പറഞ്ഞാൽ ശ്രീമാൻ അഷ്റഫ് മുഹമ്മദ് ഉണ്ണി എന്നെ വിളിച്ചു. പാത്രമംഗലം പാലം ഇപ്പോൾ 50 വർഷം തികഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പാത്രമംഗലത്ത് നമുക്കൊരു പരിപാടി വയ്ക്കണം. പാത്രമംഗലം പാലത്തിനെ പറ്റി മാത്രം ഒരു പരിപാടി വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പാത്രമംഗലം ഗ്രാമത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും പാത്രമംഗലം ഗ്രാമത്തിൻ്റെ പ്രശസ്തി ഉന്നതിയിലേക്ക് എത്തിച്ചതുമായിട്ടുള്ള അനേകം പേരുണ്ട്. അവരുടെ ഇടയിലേക്കൊന്നും ഞാനൊന്നുമല്ല, എനിക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാത്രമംഗലം നാട്ടുകാരെ മുഴുവൻ ആദരിക്കണം. പാത്രമംഗലം നാട്ടുകാരെ മുഴുവൻ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നമാണ്. ഏകദേശം 1000-ലധികം വരുന്ന ആൾക്കാരുണ്ട്. ഈ 1000-ലധികം വരുന്ന ആൾക്കാരെ വേദിയിൽ വെച്ച് ആദരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായത് കാരണം നമ്മുടെ സാമാന്യ യുക്തിക്ക് അനുസരിച്ച് പാത്രമംഗലത്തെ 314ഓളം വീടുകളെ ആദരിക്കുന്നു. ഒരു വീട് ആദരിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ ആ വീട്ടുകാരും ആദരിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ ഈ നാടും ആദരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അത് മുന്നോട്ട് പോയി. അത് വിജയിപ്പിക്കുമ്പോഴാണ് അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാൻ സാധിച്ചു ഇത്തരമൊരു കാര്യം ഈ ലോകത്തിൽ എവിടെയും സംഭവിച്ചിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വേൾഡ് റെക്കോർഡ് ഇവൻ്റായി പ്രഖ്യാപിക്കാനിടയുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ജനുവരി 26 ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അതോറിറ്റി ഇവിടെ സന്നിഹിതരായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് ഈ 314ഓളം വീടുകളെ നമ്മൾ ആദരിക്കുകയും അതിനുശേഷം ഇതൊരു വേൾഡ് റെക്കോർഡായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് പാത്രമംഗലം ഗ്രാമം ഈ ലോകത്തിലെ തന്നെ മറ്റ് ഗ്രാമങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. എല്ലാ വീടുകളും വേൾഡ് റെക്കോർഡ് നേടിയ ഒരു ഗ്രാമം ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അത് പാത്രമംഗലമാണ്.
അതിലുപരിയായി തന്നെ പാത്രമംഗലത്ത് ഞാൻ പറഞ്ഞല്ലോ, പാത്രമംഗലം ഒരു കാർഷിക ഗ്രാമമായി തുടരുമ്പോഴും മുൻപും വളരെ പ്രശസ്തമായ ഒരു കാർഷിക ഗ്രാമമാണ് പാത്രമംഗലം. ഇന്നും അത് അതുപോലെ തന്നെ തുടരുന്നു. എങ്കിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർന്ന വിജയം കൈവരിച്ചിട്ടുള്ള അനേകം പേര് ഈ ഗ്രാമത്തിലുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 പേരെ 50-ാം വാർഷികത്തിൻ്റെ ആഘോഷത്തോടൊപ്പം 50 വ്യക്തികളെ 50 പ്രതിഭകളെ ആദരിക്കുക കൂടി ചെയ്തു. ഇതിലെല്ലാം ഉപരിയായി വൈകാരികമായി പറയുകയാണെങ്കിൽ ഈ പാലം പണിയിൽ പങ്കെടുത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന 10-ലധികം വരുന്ന പേരുണ്ട്, പാത്രമംഗലത്തുകാർ തന്നെയുണ്ട്. അവരെ ഇനി നമുക്ക് ഈ വേദിയിൽ വെച്ച് ആദരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനപരം ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ഇത്തരം ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ആണ് പാത്രമംഗലത്തെ ഒരു സംഗീത പ്രതിഭ സാബു വർഗീസ് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു ഗാനാവിഷ്കാരം കൂടി ഇതിന് മാറ്റുകൂട്ടുവാൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം മലയാളക്കരയുടെ പ്രശസ്തനായ കവി ഗാനരചയിതാവ് കൂടിയായ റഫീഖ് അഹമ്മദിനോട് നമ്മൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വരികൾ സാബു വർഗീസിൻ്റെ സംഗീതത്തിൽ ലയിക്കുകയും ആ സംഗീതത്തെ പാത്രമംഗലത്ത് തന്നെ കലാകാരന്മാരും കലാകാരികളും കൂടി അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ മനോഹാരിത എത്രയോ മടങ്ങ് വലുതായി. ആ ദൃശ്യ വിരുന്ന് ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഇന്ന് ഇവിടെ അല്പസമയത്തിനുള്ളിൽ റിലീസ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ബഹുമാനനായ ഒരു വ്യക്തിയെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നടക്കുമ്പോഴൊക്കെ എനിക്ക് വന്നിരുന്ന ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആജ്ഞാപനം അതിങ്ങനെയായിരുന്നു. ജഗൻ, പാത്രമംഗലം ഗ്രാമത്തിന് പൂർവികർ നൽകിയിട്ടുള്ള എല്ലാവിധ സമ്പത്തും സൗകര്യങ്ങളും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി പാത്രമംഗലം ഗ്രാമക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഒന്ന് വ്യക്തമാക്കണം. പറഞ്ഞു, പാത്രമംഗലം ഗ്രാമത്തിന് ഏറ്റവും നഷ്ടമായിട്ടുള്ള ഒരു കാര്യം, പാത്രമംഗലം ഗ്രാമത്തിൽ ഒരു കളിസ്ഥലമില്ല. ഒരു 10 കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലം പോലും പാത്രമംഗലം ഗ്രാമത്തിനില്ല. ഞങ്ങൾ ഈ പ്രവാസി കൂട്ടായ്മ അതിനുവേണ്ടി എത്ര രൂപ മുടക്കിയിട്ട് സ്ഥലം വാങ്ങിക്കാനും തയ്യാറാണ്. പക്ഷേ അതല്ലല്ലോ അതിൻ്റെ ശരി. അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ഫണ്ട് രൂപീകരണത്തിലൊക്കെ പ്രവാസിക മലയാളികളുടെ പൈസയും നമ്മുടെ നാട്ടുകാരുടെ പൈസയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാത്രമംഗലത്തൊരു കളിസ്ഥലം ഒരുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി അവർ എന്നോട് വയ്ക്കുകയുണ്ടായി. എന്നോട് പറയുകയല്ല, എന്നോട് പറയണമെന്ന് പറയുകയുണ്ടായി. ഞാനത് ഈ നമ്മുടെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളുടെ മുന്നിൽ വെച്ച് ഞാൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനൊരു കളിസ്ഥലം പാത്രമംഗലത്തിന് ഇല്ലാതിരിക്കുന്നു. അതിനെ നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു വഴി കാണണമെന്നൊരു അഭ്യർത്ഥനയായിട്ട് ഞാൻ എന്നിൽ നിയുക്തമായ കടമയിലേക്ക് കടക്കട്ടെ. ഈ സാംസ്കാരിക പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് വേളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ശോഭി സാറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയേറെ തിരക്കുകൾക്കിടയിലും ഒരു വേൾഡ് റെക്കോർഡ് നേടിയ ഗ്രാമത്തിന് വേണ്ടി എനിക്കൊരു സമയം ചെലവാക്കണം എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഇവിടെ എത്രയോ തിരക്കുകൾക്കിടയിൽ കൂടി സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യക്ഷേമവും വകുപ്പും കൈയടക്കുന്ന ആ ഡോക്ടർ ആർ ബിന്ദുവിനെയും ഞാൻ നിങ്ങളുടെ പാത്രമംഗലത്തിൻ്റെ പേരിൽ, എൻ്റെയും പേരിൽ ഞാൻ ഈ സദസ്സിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായിട്ട് വരാമെന്ന് പറഞ്ഞിരുന്ന, കുറച്ച് മുമ്പ് ഇവിടെ വന്നു പോയിരുന്ന റഫീഖ് അഹമ്മദായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ സ്വാഗതം ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീമാൻ ജലീൽ അദൂറിനെയാണ്. അദ്ദേഹത്തിനെ സഹർഷം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കേരളത്തിൽ അങ്ങോളം അങ്ങോളം സത്താറാദൂർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. ഈ സത്താറാദൂറിനെ ഞാൻ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുൻ മെമ്പറായിരുന്ന പാത്രമംഗലത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, എക്കാലത്തും പാത്രമംഗലത്തുകാർക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നവനായ ശ്രീ തോമസ് മുടക്കൻ, അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക്, പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലെല്ലാം ഉപരി നമ്മുടെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ നേതാവുമായ, നമ്മുടെ നാട്ടുകാരിയായ നമ്മുടെ കർമ്മല ജോൺസനെ ഞാൻ ഈ പരിപാടിയിലേക്ക്, ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാത്രമംഗലം ക്ഷേത്ര സംരക്ഷണ ശ്യാംകുമാർ പാത്രമംഗലത്തിൻ്റെ 1-ാം വാർഡിൻ്റെ മുൻ പ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാത്രമംഗലം ക്ഷേത്രസേവാ സംരക്ഷണ സമിതി അംഗമായ ശ്രീ അനിൽ വിയെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരക്കുകൾക്കിടയിലും ഇവിടേക്ക് എത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഫാദർ ആൻഡ്രൂ സെലവിത്തെങ്കിൽ, അദ്ദേഹം ഒരുപക്ഷെ എത്തിച്ചേരുമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ട് എൻ്റെ ഈ എളിയ സ്വാഗത പ്രസംഗം ഇവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്ന ശക്തിയായ ശ്രീ മുഹമ്മദ് ഉണ്ണി, അഷ്റഫ് മുഹമ്മദ് ഉണ്ണിയെ പാത്രമംഗലത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഒരു ചെറിയ എളിയ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TR ശോഭി സാറാണ്. നമ്മൾ ജനുവരി 26-ാം തീയതി നമ്മുടെ പാത്രമംഗലത്തിന് അഭിമാനകരമായിട്ടുള്ള ആ ഒരു സുവർണ നിമിഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ശ്രീ TR ശോഭി സർ. എല്ലാവർക്കും നമസ്കാരം. യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ R ബിന്ദു അവർകൾ, അതുപോലെ തന്നെ ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തുന്ന സിനിമാ ഗാന രചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ്, നമ്മുടെ ഇന്ന് അധ്യക്ഷപദം അലങ്കരിക്കേണ്ടിയിരുന്ന ബഹുമാനായ കുന്നംകുളത്തിൻ്റെ MLA ശ്രീ AC മൊയ്തീൻ, ഇന്ന് അദ്ദേഹം മറ്റൊരു യോഗമുള്ളതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളോട്, സ്നേഹവും നിങ്ങളോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അത് നിങ്ങളോട് സവിനയം അറിയിക്കുകയാണ്. മുഖ്യ പ്രഭാഷകനായിട്ട് എത്തുന്ന സത്താറാദൂർ, ബഹുമാനായിട്ടുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമാൻ ജലീൽ ആദൂർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ജഗൻ പാത്രമംഗലം, നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കർമ്മല ജോൺസൺ, മുൻ മെമ്പറായിട്ടുള്ള ശ്യാംകുമാർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തോമസ് വടക്കൻ, അനിൽ വിയൻ, ഇതിന് നന്ദി പറയുന്ന അഷറഫ് മുഹമ്മദ് ഉണ്ണി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ഒരേ വേദിയിൽ ആദരിച്ചതിൻ്റെ റെക്കോർഡാണ് എന്ന് നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനെ പ്രയത്നിച്ച, അതിനെ ഒരു കൂട്ടായ്മയിലൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ മനസ്സോടെ അതിനെ സ്വീകരിച്ച് ഈ പരിപാടി വിജയിച്ച ബഹുമാനപ്പെട്ട പാത്രമംഗലം നിവാസികളെ, കൂട്ടായ്മയിലൂടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത്. എല്ലാവരും ഒരു മനസ്സോടുകൂടി ഈ പരിപാടിയെ ഏറ്റെടുക്കുകയും വിജയത്തിലെത്തിക്കാനും നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇന്ന് കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും കളങ്ങൾ തിരിച്ച് ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന രീതിയിൽ നിന്ന് മാറി എല്ലാവർക്കും ഒത്തുകൂടാനും ഒരുമിച്ച് ചേരാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനും നമ്മുടെ ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള
ഒരു വേദിയായി ഇത് മാറിയിരിക്കുകയാണ്. ഇത്തരം വേദികളാണ് നമുക്ക് ഇനിയും സൃഷ്ടിക്കപ്പെടേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമുക്ക് കൂട്ടായ്മയിലൂടെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒട്ടേറെ സവിശേഷതകളുള്ള ഈ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടായ്മയിലൂടെ രാജ്യപുരോഗതിയിലേക്ക് മാനവികതയിലേക്ക് മാറേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് അതിൽ നിന്നും വിഭിന്നമായ പല സ്വരങ്ങളും നമുക്ക് പലപ്പോഴും കേൾക്കാൻ സാധിക്കും. അത്തരം കേൾവികളെ മാറ്റിവെച്ചുകൊണ്ട് ഒത്തുചേരലിൻ്റെ സുഖം ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അത് ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ ജഗൻ ഇവിടെ സൂചിപ്പിച്ചു, കൂട്ടായ്മയിലൂടെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നേടാൻ സാധിച്ചു. പ്രവാസി സമൂഹം ഇന്ന് ഒരു കളിക്കളത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഇവിടെ ശുപാർശ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇത്തരം കൂട്ടായ്മകൾ തന്നെ നമുക്ക് ഇത്തരം പരിപാടികളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അത് സംഘടിപ്പിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ബഹുമാനായി ജലീലാദൂർ അത്തരമൊരു ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചതായി നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശം വളരെ ജനനിബിഡമാണ്. അല്ലെങ്കിൽ അത്തരം വലിയ സ്ഥലങ്ങൾ, കളിസ്ഥലങ്ങൾ പാകപ്പെട്ടത് നമുക്ക് കിട്ടാൻ ദൗർലഭ്യമുണ്ട്. അപ്പോൾ അത്തരം കിട്ടുന്ന സ്ഥലങ്ങളെ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏതു പരിപാടികളും ഗവൺമെൻറ്റിൻ്റെയും മാത്രമല്ല കൂട്ടായ്മയിലൂടെ പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബഹുമാന്യായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലൂടെ പൊതു പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിന്ന് വിവിധ കലാലയങ്ങൾ, കലാശാലകളൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് PTA മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളെ വെച്ചുകൊണ്ട് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പും SMCയും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ക്ലാസ് കൂട്ടായ്മകളും ഒക്കെ തന്നെ ഒരുങ്ങിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേലൂരിലെ ഏറ്റവും മികച്ച കളിക്കളം ബഹുമാനായ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപ നിർമ്മിച്ചുകൊണ്ടാണ് അവിടെ വളരെ മനോഹരമായി പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടോടുകൂടിയാണ് തയ്യൂർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഗ്രൗണ്ട് നമ്മൾ മനോഹരമാക്കിയിരിക്കുന്നത്. പെരുമപ്പെട്ടിയുടെ ഗ്രൗണ്ടിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാദേശികമായ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുഴുവൻ ഗ്രൗണ്ടുകളും കുന്നംകുളം ഒരു കായിക ഹബ്ബായി മാറുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനുബന്ധമായി നമ്മുടെ പ്രാദേശികമായി കൂട്ടായ്മകളെ ഒരുക്കപ്പെടാൻ ഇത്തരത്തിലുള്ള ഫുട്ബോളുകൾ അല്ലെങ്കിൽ കളിക്കളങ്ങൾ ഒക്കെ തന്നെ ഒരുങ്ങേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. ആ ആവശ്യകതയ്ക്കൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ആഹ്ലാദം എന്ന ഈ വിജയദിനം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു അവர்களോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടാലന്റ് റെക്കോർഡ് ബുക്ക് വേൾഡ് റെക്കോർഡ് സക്സസ് സെലിബ്രേഷൻ ആഹ്ലാദം കലാസാംസ്കാരിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ബഹുമാന്യ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ്. പാത്രമംഗലം ഏറെ അഭിമാനത്തോടെയുള്ള ഈ ഒരു നിമിഷം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ബിന്ദു മാമിനെ. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TR ശോഭി, അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തിച്ചേരുന്ന പ്രശസ്ത ഗാനരചയിതാവും കവിയും ആയ ശ്രീ റഫീഖ് അഹമ്മദ്, ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാന്യനായ സത്താർ ആദൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യനായ ശ്രീ ജലീൽ ആദൂർ, ആശംസകളർപ്പിച്ച് സംസാരിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനിയായ കർമ്മല ജോൺസൺ, ശ്രീ തോമസ് വടക്കൻ, ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പാത്രമംഗലം ഗ്രാമത്തിലെ നിവാസികളായ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, കൊച്ചുകൂട്ടുകാരെ, പാത്രമംഗലം പാലത്തിൻ്റെ 50ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഈ ഗ്രാമത്തിലെ
മുഴുവൻ കുടുംബങ്ങളെയും ആദരിച്ചുകൊണ്ട് ലോക റെക്കോർഡിലേക്ക് നടന്നു കയറിയ ഗ്രാമത്തിലെ എല്ലാ നിവാസികൾക്കും സ്നേഹപൂർണമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാങ്കേതികമായി ലോക റെക്കോർഡ് കൈവരിച്ചു എന്നുള്ളത് മാത്രമല്ല ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രത്യേകത. ഈ ഗ്രാമത്തിൻ്റെ പേരും പ്രശസ്തിയും ഗ്രാമത്തിൻ്റെ തനത് ചരിത്രവുമെല്ലാം ഗ്രാമത്തിന് പുറത്തേക്ക് വിനിമയം ചെയ്യാൻ ഈ അവസരം നന്നായി പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ കരുതുന്നു. വളരെ അഭിനന്ദനീയമായ ഒരു ചുവടുവയ്പായി തന്നെ നമുക്കതിനെ കരുതാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ആഗോളീകൃത ലോക സാഹചര്യങ്ങളിൽ പ്രാദേശിക സംസ്കൃതിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ഏറ്റവും വലിയ ചുമതലകളിൽ ഒന്നാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഗ്രാമീണ സൗഭഗം ഇനിയും കൈമോശം വന്നിട്ടില്ലാത്ത ഈ നാടിൻ്റെ ഗതകാല ചരിത്രത്തിലേക്ക് ഒന്ന് പോയി വരാൻ നമ്മുടെ പുതുതലമുറയ്ക്കും മറ്റ് പ്രദേശങ്ങളിലെ നിവാസികൾക്കുമെല്ലാം അവസരമൊരുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ലോക റെക്കോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ ഗ്രാമം ഒരു കാർഷിക ഗ്രാമമാണ്. നെൽകൃഷിയോടൊപ്പം തന്നെ ചങ്ങഴിക്കോടൻ വാഴയുടെ കൃഷി ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകുന്ന പ്രദേശം എന്നുള്ള നിലയിലും ഈ ഗ്രാമത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പാത്രമംഗലം എന്ന പേരിൻ്റെ നിഷ്പത്തി, അതിൻ്റെ ഉത്ഭവം മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ പേരിന് ഉത്തരവാദികളായവർ അവർ മണ്ണുമായി വളരെ ഊഷ്മളമായ ജൈവബന്ധം നിലനിർത്തി പോരുന്നവരാണ്. അത് തീർച്ചയായും ഈ ഗ്രാമത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു. പച്ചമണ്ണിൻ്റെ മണമുള്ള ഗ്രാമമാണ് എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിയ പാത്രമംഗലത്തെ മുഴുവൻ നിവാസികൾക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്തരം ചടങ്ങുകളുടെ ഏറ്റവും വലിയ ഗുണവശം, നേരത്തെ കുറച്ചു വാക്കുകളിൽ മനോഹരമായി നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, ജാതി മത രാഷ്ട്രീയ വ്യത്യസ്തതകൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യരെന്ന മഹത്തായ പദത്തിൻ്റെ മൂല്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏവരും ഇങ്ങനെ ഒന്നിച്ചിരിക്കാനുള്ള ഇടം കൂടുതൽ ബലപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാത്തരം വിഭാഗീയതകളുടെയും ചുമരുകൾക്കപ്പുറത്തേക്ക് നീളുന്ന മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ, ഉന്നതമായ മാനവിക മൂല്യങ്ങൾ, അതാണ് എക്കാലത്തും കേരളത്തിൻ്റെ സവിശേഷതയായി നിലനിന്നിട്ടുള്ളത്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനാണ് നമ്മുടെ മുന്നേ നടന്ന ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും ഗുണത്തിനായി വരേണം എന്ന് പറഞ്ഞ ഒരു മഹാഗുരുവാണ് ആധുനിക കേരളത്തിൻ്റെ മൂലക്കല്ല് സ്ഥാപിച്ചത്. മറ്റുള്ളവരോടുള്ള അനുകമ്പയും ആർദ്രതയുമാണ് ഒരാളുടെ അസ്തിത്വം നിർണയിക്കേണ്ടത് എന്ന് പറഞ്ഞു വച്ച ആ പരമ്പരയുടെ തുടർച്ചയാണ് നമ്മുടേത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ പരിപാടി മാറുന്നു എന്നുള്ളതാണ്. എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വളരെ നല്ല ഭാഷയിലാണ് ശോഭി ഇവിടെ അത് സൂചിപ്പിച്ചത്. ആ ഒരു കൂട്ടായ്മയുടെ, പാരസ്പര്യത്തിൻ്റെ, ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ ആളുകളാണ് എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ ആ സുഖം തീർച്ചയായും ഈ പരിപാടിക്കുണ്ട്. ഇതിനു മുൻപ് റെക്കോർഡ് നേടിയ അവസരത്തിൽ ഇവിടെ നടന്ന പരിപാടികളെക്കുറിച്ചൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ കൊച്ചു ഗ്രാമത്തെ കൃത്യമായ നിലയിൽ പരിചയപ്പെടാൻ സാധിച്ചു. അതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഗ്രാമീണർക്ക് ഒരുമിച്ചിരിക്കാനും കുട്ടികൾക്ക് തങ്ങളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാനുമൊക്കെയുള്ള വേദി കൂടി ആയി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കൂട്ടായ്മ പരിണമിക്കുകയാണ്.
നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരുടെ മൗലികമായിട്ടുള്ള കഴിവുകളും അവരുടെ കർമ്മോത്സുകതയും സർഗശേഷിയുമൊക്കെ പ്രകടിപ്പിക്കാനുള്ള വേദികൾ കൂടുതലായി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ കാലുഷ്യങ്ങൾക്കും വിപര്യങ്ങൾക്കുമൊക്കെ എതിർദിശയിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതായ കാര്യം. മറ്റുള്ളവരെ പരിഗണിക്കാനും ആർദ്രതയോടെ അവരോട് ഇടപെടാനും സൗഹൃദവും സാഹോദര്യവും സമഭാവനയും സാമൂഹ്യനീതിയുമെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുമൊക്കെ കഴിയുന്ന കൂടിയിരുപ്പുകളാണ് ഈ റെക്കോർഡിൻ്റെ ഭാഗമായിട്ട് സംജാതമായിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ ചരിത്രം, അതിനു മുൻപ് പ്രായേണ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് ലോകത്തിൻ്റെ കടന്നുവരവ് സാധ്യമാകുന്ന വിധത്തിലുള്ള വളരെ ഒരു അത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരാവൃത്തവും ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നിരവധി പേരിലേക്ക് സന്നിവേശിക്കപ്പെടുകയാണ്. പലരിലേക്കും അത് വ്യാപിക്കുകയാണ്. ആ പാലത്തിൻ്റെ കടന്നുവരവ് ഈ പ്രദേശത്തെ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി എങ്ങനെ ബന്ധിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഉയരമുള്ള പാലം 2018 പ്രളയത്തിൽ പോലും യാതൊരു കുലുക്കവുമില്ലാതെ ആ പാലത്തിന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യമാണ്. ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലം പണിയിൽ സുപ്രധാന പങ്ക് വഹിച്ചത് ഒരു വനിതയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയറായിരുന്ന എൻ്റെ നാടുമായിട്ട് കൂടി അവർക്ക് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിട്ട് ഇതിൽ അനുഭവപ്പെട്ടത്. പാലത്തിന് മുൻകൈയെടുത്ത മുൻകാല ഗ്രാമീണ നിവാസികളെ വളരെ നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം മുൻപ് നടന്ന ചടങ്ങിലും നിങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതാണ്. നാടിൻ്റെ പൊതുകാര്യങ്ങളിൽ മുൻകൈയെടുത്തുകൊണ്ട് വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ ത്യാഗശീലരായ മുൻപേ നടന്ന മനുഷ്യരെ അനുസ്മരിക്കുക എന്നുള്ളതും നമ്മുടെ ഗ്രാമത്തിൻ്റെയും ഓരോരുത്തരുടെയും നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവും ഉത്തരവാദിത്വവുമായി മാറുകയാണ്. അതുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഏവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 72 നിർമ്മാണം ആരംഭിച്ച് 74 ഡിസംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ച് 75 ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പാലത്തിൻ്റെ 50ാം വാർഷിക ആഘോഷം നാടിൻ്റെ മുഴുവൻ ഉത്സവമായി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഭാവനാശാലികളായ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്നേഹ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ബിന്ദു മാമിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, സൈഡിൽ ശ്രീജിത്ത് പേരാമ്പ്ര ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഗസ്റ്റിൻ്റെ ചിത്രം ഇവിടെ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഒരു രൂപം കണ്ട് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും, എങ്കിൽ കൂടെ അത് റിവീൽ ചെയ്യാനായിട്ട് ഏറെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ കൂടെ ഈ പാത്രമംഗലത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് എത്തിയ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചിത്രം തന്നെയാണ് ശ്രീജിത്ത് പേരാമ്പ്ര നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതേറെ സ്നേഹത്തോടു കൂടെ ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദുവിന് നൽകുകയാണ്. നമ്മുടെ ശ്രീജിത്ത് പേരാമ്പ്ര ഒരു സകലകലാ വല്ലഭൻ കൂടിയാണ്. ചിത്രം വര മാത്രമല്ല, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. മറ്റ് കഴിവുകൾ നമ്മൾ ഈ ഒരു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കാണാനിരിക്കുന്നേ ഉള്ളൂ. ശ്രീജിത്ത് പേരാമ്പ്ര ഒരുക്കിയിട്ടുള്ള ആ ബിന്ദു മാമിൻ്റെ ആ ഒരു ചിത്രം നമ്മൾ മാമിന് കൈമാറുകയാണ്. നമ്മൾ പാത്രമംഗലംകാരുടെ എല്ലാവരുടെയും സ്നേഹം കൂടെ ഒപ്പം നൽകുകയാണ്. ഒരുപാട് സന്തോഷം. ഇതോടൊപ്പം തന്നെ ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മുടെ പാത്രമംഗലത്തിൻ്റെ പേര് എഴുതി ചേർത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച ഒരു പ്രശസ്തി പത്രമുണ്ട്. ആ പ്രശസ്തി പത്രം നമുക്ക് ബഹുമാനിയായ മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടെ ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ
ബിന്ദു മാം നമുക്ക് പാത്രമംഗലത്തിൻ്റെ പേര് ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എഴുതി ചേർത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച പ്രശസ്തി പത്രം നൽകുകയാണ്. ഇത് സ്വീകരിക്കുന്നതിനായി പാത്രമംഗലം കൂട്ടായ്മ അംഗങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് നമ്മുടെ നാടിനുള്ള ഒരു അംഗീകാരമാണ്. നാട്ടിലെല്ലാവരും ചേർന്ന് വാങ്ങിയെടുത്ത ഒരു അംഗീകാരമാണ്. നമ്മുടെ പാത്രമംഗലത്തിലെ എല്ലാ വീടുകളിലും ഇപ്പോൾ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടിന് ലഭിച്ച വലിയൊരു പ്രശസ്തി പത്രം, ഒരു അംഗീകാരം, അത് നമ്മൾ ബിന്ദു മാമിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടെ, ഒരുപാട് അഭിമാനത്തോടു കൂടെ. ഈ ഒരു സമയം തന്നെ നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു ആദരവ് മാമിന് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പാത്രമംഗലംകാരുടെ എല്ലാവരുടെയും ഒരു ചെറിയ ആദരം നൽകുകയാണ് ബിന്ദു മാമിന്. ഈ ആദരം നൽകുന്നതിനായി ശ്രീ ടി ആർ ശോഭി സാറിനെ ക്ഷണിക്കുകയാണ്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി സാറ് നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാമിന് നമ്മുടെ പാത്രമംഗലത്തിൻ്റെ സ്നേഹ സമ്മാനം ആദരവ് സമർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും ഒരുപാട് സ്നേഹം കൂടെ മാമിനെ അറിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ, ഈ ഒരു സന്തോഷ രാവിൽ, സന്തോഷ സന്ധ്യയിൽ ഞങ്ങളോട് കൂടെ സമയം പങ്കുവെക്കാനായിട്ട് ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ ഓടിയെത്തിയ മാമിന് ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഈ ഗ്രാമത്തിലെ 315 കുടുംബങ്ങളാണ് ഒരേ വേദിയിൽ ആദരിച്ചത്. ഒരു നാട്ടിലെ തന്നെ എല്ലാ വീടുകളെയും ഒരേ വേദിയിൽ ആദരിച്ചതിന് ലോകത്തിലെ തന്നെ ആദ്യത്തെ സംഭവം എന്നുള്ള നിലയിൽ ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ താളുകളിൽ പാത്രമംഗലത്തിൻ്റെ പേര് എഴുതി ചേർത്തതിൻ്റെ സന്തോഷം, അതിൽ പങ്കുചേരാൻ എത്തിയ ബിന്ദു മാമിന് ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്നു. കൊടുക്കാൻ പറ്റുമോ? ശ്രീ ജലീൽ ആദൂർ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇന്നിവിടെ സന്നിഹിതനാണ്. നമ്മുടെ തീം സോങ്, ഈ ഒരു സാംസ്കാരിക പരിപാടികൾക്കൊടുവിൽ ആ തീം സോങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ശ്രീ ജലീൽ ആദൂർ സാറാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ ഇവിടെ പങ്കുചേരാനായിട്ട് എത്തിച്ചേർന്ന ശ്രീ ജലീൽ ആദൂർ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും മഹത്തായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ടി ആർ ശോഭി, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ വിശിഷ്ടാതിഥിയായി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ പങ്കെടുക്കുന്ന കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ശ്രീ റഫീഖ് അഹമ്മദ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന എൻ്റെ സഹോദര പുത്രനും സ്റ്റേറ്റ് പ്രസിഡന്റ്, ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ സത്താർ റാദൂർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള തോമസ് ഏട്ടൻ, ശ്യാം, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ജഗൻ പാത്രമംഗലം, ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള ഏറ്റവും കാരണക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട അഷറഫ് ഉൾപ്പെടെയുള്ള സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാർ, മനസ്സിന് ഏറ്റവും സന്തോഷം നൽകിയ ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാം ഉള്ളത്. തൊട്ടടുത്ത ഒരു നാട്ടുകാരൻ, ആദുകാരൻ എന്ന നിലയിൽ പാത്രമംഗലത്ത് ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ടാകും. പ്രത്യേകിച്ച് ഒരു പാലം നിമിത്തമായി നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കാനുള്ളൊരു സാഹചര്യമുണ്ടാകാൻ ഒരു പാലം നിമിത്തമായി എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. 50 വർഷത്തിനിടയിൽ
നമ്മൾ പറയും ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ളതാണ് എന്ന് നമ്മൾ പറയും. എത്രയോ ആളുകൾ 50 വർഷത്തിനിടയിൽ എത്രയോ ലക്ഷോപലക്ഷം ആളുകൾ കടന്നു പോയിട്ടുള്ള ഒരു പാലത്തിൻ്റെ 50 വർഷം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഈ ദേശത്തെ 314 കുടുംബങ്ങളെ ആദരിച്ചുകൊണ്ട്, അതും ഒരു വേൾഡ് റെക്കോർഡിൽ എത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാടകരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള അങ്ങനെ ഒരു ആശയം രൂപപ്പെട്ട് വരിക എന്നുള്ളത് തീർച്ചയായും ഗിന്നസ് സത്താർ റാദൂർ ഇവിടെയുണ്ട്. അദ്ദേഹം കേരളത്തിൽ ഒരുപാട് ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായും ഇതിനൊരു വ്യത്യസ്തതയുണ്ടായിരിക്കും. ഒരു ഗ്രാമത്തിലെ 314 വീടുകളിലും ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ പാലങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ ആഘോഷം ഈ രൂപത്തിൽ നടത്തിയത് ഒരു പക്ഷേ എന്നല്ല, ഇവിടെ ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതോടനുബന്ധിച്ചാണ് രണ്ടാമത്തെ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ പാത്രമംഗലവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുട്ടിക്കാലം മുതൽ, ഞാൻ ഇവിടെ നമുക്കറിയാം, നമ്മുടെ തൊട്ട് വടക്ക് ഭാഗത്തുള്ള നമ്മുടെ വീട്, ഇവിടെ വൈദ്യരുടെ അടുത്ത് നമ്പീശൻ്റെ അടുത്തൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചികിത്സയുമായി വന്നത് ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മകൻ നമ്പീശൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ തൊട്ടപ്പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പാത്രമംഗലവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കായിക താരങ്ങൾ നമുക്കറിയാം. ഷഫീഖിനെ പോലെയുള്ള അഷ്റഫിൻ്റെ സഹോദരനായിട്ടുള്ള ഷഫീഖ് സന്തോഷ് ട്രോഫിയിൽ തന്നെ മികച്ച ഗോളുകൾ അടിച്ച് കേരളത്തിന് വലിയ സംഭാവന നൽകിയ ഒരാളാണ് പാത്രമംഗലത്തിലുള്ള ഷഫീഖ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാത്രമംഗലം, അതുപോലെ തന്നെ ജയൻ നല്ലൊരു ശില്പിയുണ്ട്. ഇങ്ങനെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പാത്രമംഗലത്ത് കാണാൻ കഴിയും. ഇപ്പോൾ അഷ്റഫിൻ്റെയും ഷഫീഖിൻ്റെയും കുടുംബം തന്നെ ഒരിക്കൽ ഞാൻ തമാശ രൂപേണ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ പിതാവ് മൊയ്തീനിക്ക വളരെ താല്പര്യമാണ് ആ കുടുംബത്തിലെ മക്കൾക്ക് നൽകിയിരുന്നത്. കായിക രംഗത്ത് അവർക്ക് അത്രയും പ്രോത്സാഹനം നൽകിയ ഒരു പിതാവായിരുന്നു. ആരോ തമാശക്ക് പറയുന്നത് കേട്ടു, ആ വീട്ടിൽ ഒരു സെവൻസ് നടത്താനുള്ള ഒരാളുണ്ട്, അദ്ദേഹം ഗോളി നിന്നാൽ ബാക്കി കളിക്കാനുള്ള ആളുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം സാലിക്കാനും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ. ചെറുപ്പം മുതൽ നമ്മൾ ഈ രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉപദേശങ്ങൾ കായിക രംഗത്ത് വന്ന് ചോദിച്ചറിയാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ പാത്രമംഗലം എന്ന് പറഞ്ഞാൽ അത്രയും നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, മൺകല പാത്ര നിർമ്മാണത്തിൽ ആ പേര് തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുമാത്രമല്ല, റിങ്, ഈ കിണറിലിറക്കുന്ന റിങ്, മൺ റിങ് ഉണ്ടാക്കി തന്നെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലമായും പാത്രമംഗലത്തിന് മാറാൻ കഴിഞ്ഞു. അപ്പോൾ പാത്രമംഗലത്ത് ഇത്രയും ഇങ്ങനെ ഒരു പരിപാടി, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനു ശേഷം ഇവിടെ കലാപരിപാടികൾ, ഇവിടെ ഒരു മികച്ച കലാകാരനാണ് നേരത്തെ ഇവിടെ ബിന്ദു ടീച്ചറുടെ ഛായാചിത്രം വളരെ മനോഹരമായി ചെയ്തത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് ഒരു ഉത്സവത്തിനും വന്നിരുന്നതായിട്ട് എനിക്ക് ഓർക്കുന്നു. നല്ല കലാകാരനാണ്. ചിത്രം വരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളരെ കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കലാപരിപാടികൾ, നാട്ടിലെ പരിപാടികളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തീം സോങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്താൽ അത് ഞാൻ നിർവഹിച്ചതായി ഇവിടെ അറിയിക്കുന്നു. എന്റെ നാട് നല്ല നാട്,
തങ്ങിടും നാട് പാത്രമംഗലം നാട്. നാനാജാതികളൊന്നായി തോളു ചേർന്നാടും നാട്. കണ്ടാൽ ആരും കൊതിക്കും കനിവു തൂകും നാട്. ആടും തരുനിരകൾ കുളിരു പെയ്യും നാട്. ഇത് നാട് അമ്മ നാട്. കന്നിമണ്ണു കൊണ്ടേ പുത്തൻ കാലം തീർത്ത് അന്നം തേടും തലമുറകളെ ഊട്ടി വളർത്തിയ നാട്. തുടുവിയർപ്പാലേ ഒടുവയിൽ പോലും മഞ്ഞായി മാറ്റി കതിരുണർത്തണ പെരുമയേറും നാട്. പള്ളിമണി ഭാങ്കുവിളി ശംഖനാദം കേൾക്കേ തെക്കുന്നൊരു കൊച്ചു പുഴ വന്നു തൊട്ടു തലോടുന്നേ. ഇവിടെ പിറവി പുണ്യം നെഞ്ചിൽ തങ്ങിടും നാട് പാത്രമംഗലം നാട്. നാനാജാതികളൊന്നായി തോളു ചേർന്നാടും നാട്. കണ്ടാൽ ആരും കൊതിക്കും കനിവു തൂകും നാട്. ആടും തരുനിരകൾ കുളിരു പെയ്യും നാട്. ഇത് നാട് അമ്മ നാട്. നമ്മുടെ പാത്രമംഗലത്തിനെ ഒപ്പിയെടുത്ത ഒരു ആൽബം, അത് ആ ഒരു ആൽബത്തിൻ്റെ വരികൾ രചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ് സാറാണ്. സംഗീതം നൽകി ആലപിച്ചത് സാബു വർഗീസ്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പാത്രമംഗലം നാടും നാട്ടുകാരും. അങ്ങനെ നമുക്കത് കാണുന്ന സമയത്ത് അതിൽ ഓരോരുത്തരുടെയും ചിരി കാണുന്ന സമയത്ത് നമ്മുടെ മുഖത്തും ചിരി വരുന്നുണ്ട് അല്ലേ? ഒരു സന്തോഷത്തിൻ്റെ ഒരു ചിരി എല്ലാവർക്കും വരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാടിനെ കുറിച്ചുള്ള നമ്മുടെ നാടിൻ്റെ ഒരു പാട്ടാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പാത്രമംഗലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് അവസാനിക്കുന്നതാവട്ടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അഭിമാനകരമായിട്ട് നമ്മളെല്ലാവരും ഒരുപോലെ സന്തോഷിച്ച നമ്മുടെ പാത്രമംഗലത്തിൽ നിന്നുള്ള പേര് നമ്മൾ ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എഴുതി ചേർത്ത് ആ ഒരു ദിവസത്തെ ആ ഒരു മൊമെൻറ്റ് കൂടെ ഒപ്പിയെടുത്തിട്ടാണ് ഈ ഒരു ആൽബം വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇപ്പോൾ മാത്രമല്ല, ഇത് എപ്പോൾ കാണുമ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സ് നിറയും, മുഖത്ത് ഒരു ചിരി വരും. അത് ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ, ഒരുപാട് സംഭവങ്ങൾ അതിനു വേണ്ടി ഉണ്ടാവട്ടെ എന്നുള്ള കാര്യം കൂടെ ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. നിങ്ങളോടൊപ്പം ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു ഈ ഒരു ആൽബം കാണുന്ന സമയത്ത്. ജലീൽ സാറിനോട് ഒന്നുകൂടെ വേദിയിലേക്ക് വരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാത്രമംഗലത്തിൻ്റെ സ്നേഹത്തോടു കൂടെയുള്ള ഒരു ആദരം ജലീൽ ആദു സാറിന് നൽകാനായിട്ട് പോവുകയാണ്. നമ്മളുടെ വളരെയധികം നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം സാറിനോട് അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. മെമൻറ്റോ നൽകുന്നതിനായി കർമ്മല ജോൺസൺ മാമിനെ കൂടെ ക്ഷണിക്കുന്നു. നമ്മൾ പാത്രമംഗലംകാരുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹം നൽകുകയാണ് ഈ ഒരു മെമൻറ്റോ നൽകുന്നതിലൂടെ. ഒരുപാട് സന്തോഷം. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നതിന് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജലീൽ ആദൂറിന് പാത്രമംഗലത്തിൻ്റെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം സർ.
ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായ ശ്രീ സത്താർ ആദൂർ ഇന്നിവിടെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് മാത്രമല്ല, നമ്മൾ ആ ഒരു റെക്കോർഡിൽ കയറുന്ന സമയത്ത് ആ ഒരു ദിവസം നമ്മുടെ കൂടെ ആ ഒരു സന്തോഷത്തിൽ സാറ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും ചെറിയ ഖുർആൻ എഴുതി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തിത്വമാണ് ശ്രീ സത്താർ ആദൂറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ ഒരു സന്തോഷ ദിവസം മുഖ്യ പ്രഭാഷണത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ശ്രീ സത്താർ ആദൂർ. ഏറെ ബഹുമാന്യനായ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട ശോഭി, ആഹ്ലാദമെന്ന ഈ മഹത്തായ ഒത്തുകൂടലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, എനിക്ക് മുമ്പ് തീം സോങ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച എൻ്റെ പിതൃ സഹോദരൻ ജലീലാദൂർ, പ്രിയപ്പെട്ട അഷ്റഫ് ജഗൻ, മറ്റു പാത്രമംഗലത്തെ പ്രിയപ്പെട്ടവരെ, 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്ത് ലോകത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഉയർന്നു വന്ന ചോദ്യം 21-ാം നൂറ്റാണ്ടിന് എന്താണ് ആവശ്യമെന്നുള്ളതായിരുന്നു. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, 21-ാം നൂറ്റാണ്ടിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റോബോ മനുഷ്യൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാകും അവർ ഉത്തരമായി കണ്ടെത്തിയിട്ടുണ്ടാകുക എന്നുള്ളത്. പക്ഷേ വളരെ വിശദമായ ചർച്ചയിൽ അവർ കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത്, 20-ാം നൂറ്റാണ്ടിൽ എന്താണോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമുക്ക് 21-ാം നൂറ്റാണ്ടിന് ആവശ്യമെന്നുള്ളതാണ്. അങ്ങനെ അവർ കണ്ടെത്തിയ ഉത്തരമെന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് സ്നേഹമാണ്, ഒരുമയാണ് എന്നുള്ളതാണ് ആ ലോകത്തെ പ്രഗത്ഭരായ ചിന്തകന്മാർ കണ്ടെത്തിയത്. ഇവിടെ കഴിഞ്ഞ ദിവസം ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേക്ക് പാത്രമംഗലം പാലത്തിൻ്റെ 50-ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടെ നടന്നത് 21-ാം നൂറ്റാണ്ടിന് എന്താണോ വേണ്ടത് എന്ന് ചിന്തകർ കണ്ടെത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് പാത്രമംഗലത്ത് സംഭവിച്ചത്. കാരണം ഒരു വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ വിട്ടു നിൽക്കുന്ന സഹോദരങ്ങളുള്ള ഒരു കാലം, ഒരു നാട്ടിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ മാറി നിൽക്കുന്ന നാട്ടുകാരുള്ള കാലം, മരണ വീട്ടിലേക്ക് പോലും പോകുമ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് കേവലം 1/2 കിലോമീറ്റർ മാത്രമുള്ള ഈ പ്രദേശം. അതും പാത്രമംഗലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ വരുന്നത് ആദൂരിൽ നിന്നാണ്. തൊട്ടപ്പുറത്ത് വെള്ളറക്കാടുണ്ട്, എരുമപ്പെട്ടിയുണ്ട്, റഷീദ് എരുമപ്പെട്ടിയുണ്ട്, എയ്യാല്, വെള്ളാറ്റഞ്ഞൂർ, ഒരുപാട് പ്രദേശങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ 10,000-കണക്കിന് ഗ്രാമങ്ങളും ഗ്രാമങ്ങൾക്ക് പേരുമുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് എൻ്റെ നാടിന് ആദൂർ എന്ന പേര് കിട്ടിയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്, ആദൂർക്കാർ പലരും ഇരിക്കുന്നുണ്ട്, ആദൂരിൻ്റെ വാർഡ് മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, എന്തുകൊണ്ടാണ് ആദൂരിന് ആ പേര് കിട്ടിയത് എന്ന ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ പാത്രമംഗലം എന്ന് പറയുന്ന പേര്, ഏതൊരു ഗ്രാമത്തിനും ഒരു പേരുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമോ ഒരു കഥയോ ഉണ്ടാകും. പാത്രമംഗലം എന്ന പേരിൻ്റെ ആ കഥയും ചരിത്രവും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പാത്രമംഗലത്തിൻ്റെ പ്രത്യേകത. മൺകലം നിർമ്മിക്കുന്ന ആളുകളാണ്. ആ പേരിൽ നിന്നാണ്, ആ നിർമ്മാണത്തിൽ നിന്നാണ് ഈ പാത്രമംഗലത്തിന് ഈ പേര് കിട്ടിയത്. തൊട്ടടുത്ത ദേശക്കാരനായ ആദൂകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം പാത്രമംഗലം എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് ഈ മൺകലം ചുമന്നുകൊണ്ട് വന്നിരുന്ന ഇവിടുത്തെ പാത്രനിർമ്മാണത്തിലെ അവിടുത്തെ വീടുകളിലെ ചേച്ചിമാരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ആ ഒരു ഈ പച്ചമണ്ണിൻ്റെ, മിനിസ്റ്റർ പറഞ്ഞതുപോലെ പച്ചമണ്ണിൻ്റെ ഗന്ധമുള്ള ഈ ഒരു നാട്, ഈ നാടിന് പിന്നെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ 1955
ഏകദേശം 75 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗ്രാമീണ വായനശാല ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് നേതൃത്വം കൊടുത്തത് ശങ്കരൻ മാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മായന്നൂർ സ്കൂളിലെ അധ്യാപകനായ ശങ്കരൻ മാഷ്. ശങ്കരൻ മാഷെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം നാടകം പഠിപ്പിക്കുമായിരുന്നു, അദ്ദേഹം കഥാപ്രസംഗം എഴുതി അവതരിപ്പിക്കുമായിരുന്നു, അദ്ദേഹം ഓട്ടം തുള്ളൽ നടത്തുമായിരുന്നു എന്ന് മാത്രമല്ല തൻ്റെ നാട്ടിലെ കുട്ടികളെ അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നാടകം പഠിപ്പിച്ച് അന്നു മുതൽ 70 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഇവിടുത്തെ കുട്ടികൾ, അന്നത്തെ കുട്ടികൾ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. ഈ വാർഷികത്തിൻ്റെ ഈ 50-ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് അഷ്റഫും ജഗനും ഷഫീഖും ശ്യാമും ഒക്കെ ഒരു ചർച്ച നടത്തി. നമുക്ക് നാട്ടിലെ നാടകത്തിൽ അഭിനയിച്ച എല്ലാ കലാകാരന്മാരെയും ആദരിച്ചാലോ എന്ന ആ ഒരു ചർച്ച വന്നപ്പോൾ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 314 വീട്ടിലും നാടക നടന്മാരുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആ പദ്ധതി ഉപേക്ഷിച്ചത്. കാരണം ഏകദേശം 700ഓളം പേരെ ആദരിക്കേണ്ട അത്രമാത്രം കലയ്ക്ക്, സാഹിത്യത്തിന്, സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകമുണ്ട് എന്നാണ് അവർക്ക് തന്നെ, ഈ നാടിനെ നോക്കിക്കാണുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 1956 സ്ഥാപിതമായിട്ടുള്ള ശങ്കരൻ മാഷിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഗ്രാമീണ വായനശാല, ആ വായനശാലയാണ് 1990 ജൂൺ മാസം 1-ാം തീയതി സാംസ്കാരിക നിലയമായി മാറുന്നത്. പാത്രമംഗലത്ത് ഒരു സാംസ്കാരിക നിലയമുണ്ടല്ലോ. ഞാനൊക്കെ, ഉണ്ണിമോനേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ, എൻ്റെ നാട്ടിൽ വായനശാലയില്ല, ഞങ്ങളൊക്കെ വായിക്കാൻ പുസ്തകം അന്വേഷിച്ച് വന്നിരുന്നത് പാത്രമംഗലം സാംസ്കാരിക നിലയത്തിലേക്കാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത എയ്യാൽ വായനശാലയിലേക്കാണ്. 1990 ജൂൺ മാസം 1-ാം തീയതി ഇവിടേക്ക് സാംസ്കാരിക നിലയം, ഗ്രാമീണ വായനശാലയെ സാംസ്കാരിക നിലയമായി ഉയർത്തുന്നത് ജോണേട്ടനാണ്. ദീർഘകാലം വേലൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള ജോണേട്ടൻ. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം പ്രത്യേകമായിട്ടുള്ളൊരു പാക്കേജിലാണ് ഈ സാംസ്കാരിക നിലയം ഇവിടെ അവലംബിക്കുന്നത്. അതുപോലെ തന്നെയാണ് പാത്രമംഗലത്ത് വേറെയും. ഞാൻ ഇങ്ങനെ പാത്രമംഗലത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മറ്റൊരു കൗതുകം തോന്നിയത്, പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മൈതാനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സാധാരണ എൻ്റെ നാട്ടിൽ പൂരം നടക്കുന്നത് മകരം 30-നാണ്. തൊട്ടപ്പുറത്തെ ഓരോ പ്രദേശങ്ങളിലും പൂരം നടക്കുന്നത് മലയാള മാസത്തിലെ ഒരു തീയതിക്കോ അല്ലെങ്കിൽ ഒരു നാളിനെയോ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ പാത്രമംഗലത്തിൻ്റെ പ്രത്യേകത, പാത്രമംഗലത്തെ പൂരം എന്നാണ്, ഡിസംബർ എന്നാണ് പറയാൻ പറ്റുമോ? ഡിസംബർ മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേക്കാണ് പാത്രമംഗലം ദേശത്ത് പൂരം. അതൊരു വ്യത്യസ്തതയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണത്. മലയാള മാസത്തിൻ്റെ ഒരു പിന്തുണയോടോ ഒന്നുമില്ലാതെ ആ നാട്ടിലെ പൂരം തൊട്ടടുത്ത് ഞായറാഴ്ച ദിവസവും കൂടി നമുക്ക് അവധി കിട്ടുന്ന ആ സെക്കൻഡ് സാറ്റർഡേയിലേക്ക്, അതായത് ഓരോ കൊല്ലത്തിലും അവിടുത്തെ പൂരത്തിൻ്റെ തീയതി മാറി മാറി വരികയാണ്. ഇതൊക്കെ ഒരുപാട് കൗതുകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു വസ്തുതയാണ്. പിന്നെ പാത്രമംഗലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്പീശിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നാടുകളിൽ എൻ്റെ വല്യപ്പയൊക്കെ അവർക്ക് വാദത്തിൻ്റെ അസുഖമുള്ള ആളുകളായിരുന്നു. എന്തസുഖം വന്നാലും നമ്പീശനെ പോയി കാണുക എന്നാണ് പറയുക. നമ്പീശൻ മരുന്നിൻ്റെ കുറിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് ഉപയോഗിച്ചു കൊള്ളൂ എന്നാണ് നമ്പീശൻ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഈ പാത്രമംഗലം 1975 മുമ്പ് പാത്രമംഗലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പാത്രമംഗലം ഇവിടെ അവസാനിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് പുഴയാണ്, പുഴ കഴിഞ്ഞാൽ വയലാണ്. അതായത് പാത്രമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ആളുകൾ പിന്നീട് വെള്ളാറ്റഞ്ഞൂരുള്ള ആളുകൾക്ക്, മനുഷ്യർക്ക് ഈ പാത്രമംഗലത്തിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ ചിറ വഴി ആദൂര് ചിറയുണ്ടല്ലോ, അതിലെ വന്ന് ജോണേറ്റൻ്റെ അതിലൊക്കെ വന്ന് ഈ വായനശാലയുടെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ വേണം ഇങ്ങോട്ട് കടന്നു വരാൻ. ആ സമയത്താണ് പാത്രമംഗലത്തിന് 2 മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന് പറയുന്ന ഒരാശയം വേണമെന്ന് ഒരുപാട് കാലമായി പാത്രമംഗലത്തുകാരുടെ ചിന്തയായിരുന്നു. ആ ചിന്തയാണ് പ്രിയപ്പെട്ട ജഗൻ്റെ മുത്തച്ഛൻ്റെ നേതൃത്വത്തിൽ, നാമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയാവുകയും അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ശേഷൻ മാഷ് അദ്ദേഹം പ്രത്യേകമായി താല്പര്യമെടുത്തുകൊണ്ടാണ് 50 വർഷം പിന്നിട്ടിട്ടും പാത്രമംഗലം പാലത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ പ്രളയം വന്നപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ കുത്തൊഴുക്കുണ്ടാക്കിയപ്പോൾ പക്ഷെ പാത്രമംഗലത്ത് എന്ത് സംഭവിച്ചില്ല? പാത്രമംഗലം പാലത്തിനൊന്നും സംഭവിച്ചില്ല. പാത്രമംഗലം പുഴയിൽ വെള്ളം നിറഞ്ഞാൽ സംഭവിക്കുന്നത് മുഴുവൻ
അവിടെ അങ്ങ് ആദൂരിൽ നിന്ന് ഒക്കെ വന്ന് താമസിക്കുന്ന തിരുത്തുമൽ മേഖലയിലുള്ള ആ മേഖലയിലേക്കാണ് വെള്ളം കുത്തൊഴുകി പോകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം വരികയും ഒരുപാട് ആളുകളെ ബിരിയാണി ചെമ്പിലൊക്കെയാണ് നമ്മളിങ്ങനെ തുഴഞ്ഞു കൊണ്ടുവരുന്നത്. ഞാൻ ആ പശ്ചാത്തലത്തിൽ തോരാമഴ എന്ന് പറയുന്ന ഒരു കഥ പോലും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു അദ്ദേഹത്തിൻ്റെ നാമംഗലത്തിൻ്റെ അന്നത്തെ ആളുകളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു പാലം ഇവിടെ രൂപപ്പെട്ടത്. ആ പാലം രൂപപ്പെട്ടപ്പോൾ ഒരു കാലത്ത് പാത്രമംഗലം പുഴയിൽ ശക്തമായി ഈ മഴ പെയ്ത് അന്ന് കുട്ടിച്ചിറ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിറയില്ലാത്തത് കൊണ്ട് തന്നെ വേനൽക്കാലത്ത് വെള്ളമുണ്ടാവില്ല, ധാരാളം മണലുകൾ ഉണ്ടാകും. ഈ മണല് നമ്മളുടെ ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ നിർമ്മാണത്തിലേക്ക് പാത്രമംഗലം പുഴയിലെ മണൽ കൊണ്ടുപോയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീടാണ് ഇവിടെ പാലം വരികയും ആ പാലം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ മനോഹരമായ യാത്രയാണ്. എന്നും ഏതൊരു കാലഘട്ടത്തിലും പാത്രമംഗലം വഴി വെള്ളാറ്റഞ്ഞൂര് കൂടെ കടന്നു പോകുമ്പോൾ വേനൽക്കാലമായാലും മഴക്കാലമായാലും നമുക്ക് ഹരിതാപം നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിൻ്റെ ഒരു പ്രദേശം കാണാം. എല്ലാ കാലത്തും കൃഷി ചെയ്യുന്നവരാണ്. കാർഷികമായിട്ടുള്ള തൻ്റെ ജനുസ്സിൽ കാർഷികമായിട്ടുള്ള ഒരു ചിന്തയും പ്രവർത്തന ശൈലിയും പാത്രമംഗലം നിവാസികൾക്കുണ്ട്. അതുമാത്രമല്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പാത്രമംഗലം പൂരത്തിന് നാടകമുണ്ടാകും. ഇവിടെ നാടകം കാണാൻ വരുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. കാരണം എല്ലാ സ്ഥലത്തും 9 മണിക്ക് നാടകമുള്ളപ്പോൾ പലപ്പോഴും പാത്രമംഗലത്തെ നാടകം എന്ന് പറയുന്നത് 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ വേലൂരിലേക്ക് പോയി കലഹാര തിയേറ്ററിൽ നിന്ന് നടന്നുപോയി സിനിമ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക. അത് കഴിഞ്ഞ് പാത്രമംഗലത്തെ നാടകവും കണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു പോവുക. പിന്നെയും ആ ദൂരിലെ ആളുകൾക്ക് പാത്രമംഗലവുമായി വലിയ ബന്ധമുണ്ട്. അതിലൊന്ന്, ഞാൻ ഇന്ന് താമസിക്കുന്ന വീട് പണിതത് പാത്രമംഗലത്തെ നമ്മളുടെ സുനിയുടെയും അനിലിൻ്റെയും അച്ഛനായിട്ടുള്ള കുഞ്ഞുകുട്ടേട്ടനാണ്. എൻ്റെ തറവാട്, എൻ്റെ കൊച്ചുകാലത്ത് എനിക്ക് 4 വയസ്സുള്ള സമയത്ത് എൻ്റെ തറവാട് പണിയുന്നത് കുഞ്ഞുകുട്ടേട്ടനാണ്. അതായത് കൊടുക്കൽ വാങ്ങലുകളുടെ പരസ്പരം പൂരകമായി നിൽക്കുന്ന ഒരു ബന്ധം ഈ നാടിനുണ്ട്. പിന്നെയും വളർന്ന് മുന്നോട്ട് പോയപ്പോൾ പാത്രമംഗലം ഇന്ന് ഒരുപാട് അനുശ്രീ പുതിയ കാലഘട്ടത്തിൻ്റെ താരമാണ്, നല്ല പാട്ടുകാരിയാണ്, പാത്രമംഗലത്തുകാരിയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ജയൻ പാത്രമംഗലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലളിതകലാ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ശില്പിയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്യാം പഞ്ചായത്ത് മെമ്പർ എന്നതിനേക്കാൾ അപ്പുറത്ത് വളരെ മികച്ച അഭിഭാഷകനാണ്. പുതിയ തലമുറയിലെ ക്ലിൻ്റൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ കഴിയാം. അദ്ദേഹം നല്ലൊരു ആർക്കിടെക്റ്റാണ്. പുതിയ ആളുകൾ കടന്നു വരുന്നു. ഒപ്പം തന്നെയാണ് പാത്രമംഗലം എന്നെ അന്വേഷിച്ച് പുറത്തു നിന്ന് പല ആളുകളും വരാറുണ്ട്. അവരോടിങ്ങനെ പറയുമ്പോൾ പാത്രമംഗലത്തെക്കുറിച്ച് കേട്ടാൽ അവർ പറയും, ഞങ്ങൾക്ക് കളിമൺ നിർമ്മാണം ഒന്ന് കാണണമെന്ന് പറയും. പലപ്പോഴും ഞാൻ പല ആളുകളെയും കൂട്ടി അവിടേക്ക് വരാറുണ്ട്. വളരെ കൗതുകകരമാണ്, എത്ര മനോഹരമാണ് കളിമണ്ണ് കുഴച്ച് ഈ പാത്രം ഉണ്ടാക്കുന്നത് കാണാൻ, എത്ര മനോഹരമാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ കളിമൺ നിർമ്മാണത്തിൻ്റെ കുമ്പാരന്മാരുടെ സംഭാവനയായി ഇന്ന് കേരളത്തിൽ അങ്ങോളമൊന്നോളം പോയിക്കൊണ്ടിരിക്കുന്ന റിങ്ങുകൾ, കിണറിൻ്റെ റിങ്ങുകൾ. ഇതെല്ലാം ചരിത്രമാണ്, പൈതൃകമാണ്. ഈ പൈതൃകങ്ങളെ വിസ്മയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ പലതും വിസ്മയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഷെഫീഖാണ് എന്നെ വിളിച്ചത്. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി പന്ത് തട്ടിയിട്ടുള്ള, നേപ്പാളിനെതിരെ ഗോളടിച്ചിട്ടുള്ള ആ ഷെഫീഖ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളൊരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ 314 വീട്ടുകാരെയും ആദരിക്കണമെന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ചിന്തയാണ്. ഷെഫീഖിനെ കുറിച്ച് പറയുമ്പോൾ സാലിക്കായെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ആദുകാരുടെയും പാത്രമംഗലത്തുകാരുടെയും ഗ്രൗണ്ടാണ് കാട്ടിലച്ചിറ മൈതാനം. ആ കാട്ടിലച്ചിറ മൈതാനിയിലാണ് ഷെഫീഖിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സലീമിൻ്റെയും നൗഷാദക്കയും അതുപോലെ തന്നെ സാലിക്കയും ഒക്കെ എത്രയോ മനോഹരമായ രീതിയിൽ പന്ത് തട്ടി കളിച്ചത്. അവരുടെ പിതാവിനെ കുറിച്ച് ജലീലാദൂർ ഇവിടെ സംസാരിച്ചു. അങ്ങനെ ഷെഫീഖ് ഇത് പറഞ്ഞ് പിന്നീട് അഷ്റഫ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്ത് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, ഒരുപാട് ദേശങ്ങളുണ്ട്, പക്ഷെ ഭൂപടത്തിൽ ഒരിടമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്കുണ്ട്. ഭൂപടത്തിൽ ഒരിടം, മറ്റുള്ളവരാരും ചെയ്യാത്ത ഒന്ന് ഞങ്ങൾക്ക് ചെയ്യണം. വ്യക്തിപരമായിട്ടല്ല, നാടിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ചെയ്യണം. അങ്ങനെയാണ് ഭൂപടത്തിൽ ഒരിടം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്.
പ്രൊജക്റ്റ് ആരംഭിച്ചു. എനിക്കും ഒരു സംശയമുണ്ടായിരുന്നു, ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും എങ്ങനെയാണ് ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കണമെന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അഷ്റഫ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓരോ വീടുകളിലേക്കും ഞങ്ങൾ ചെല്ലും, എന്നിട്ട് ആ വീടിൻ്റെ ഫോട്ടോ ഞങ്ങൾ എടുക്കും, ആ ഫോട്ടോ പഠിച്ച മെമൻറ്റോ അവർക്ക് നമ്മൾ സമ്മാനിക്കും, എല്ലാവരും വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി മാസം 26-ാം തീയതി ഏകദേശം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ നാട്ടിലെ 314 വീടുകളെയും ആദരിച്ചുകൊണ്ട് മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജ് ഹൗസസ് ഹോണഡ് അറ്റ് എ സിംഗിൾ വെന്യൂ എന്ന കാറ്റഗറിയിൽ ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുക മാത്രമല്ല ചെയ്തത്, പിന്നീട് തൻ്റെ നാടിനെ, ഈ നാടിനെ ലോക റെക്കോർഡിലേക്ക് എത്തിച്ചതിൻ്റെ ആഹ്ലാദം പങ്കിടാൻ ഇതാ ഇവിടെ വീണ്ടും 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കേവലം ഒരു ചര്യയല്ല ഇവിടെ നടക്കുന്നത്. ഇത് 20-ാം നൂറ്റാണ്ട് ആവശ്യപ്പെട്ട ഒരുമ തന്നെയാണ് പാത്രമംഗലത്ത് നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഈ ഒരുമ ഇവിടെ ഉണ്ടാകണം. ഇത് മറ്റു നാടുകൾക്ക്, മറ്റു ദേശങ്ങൾക്ക്, മറ്റ് ജില്ലകൾക്ക് ഒക്കെ മാതൃകയാണ്. നിങ്ങളുടെ ഐക്യം ഇതൊരു മഹാസംഭവമാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് മന്ത്രി ഇവിടെ നിന്ന് കടന്നുപോയത്. ഇനിയും പുതിയ തലങ്ങളിൽ പുതിയ ചിന്തകൾ ഉണ്ടാകണം. അപ്പോൾ ഞാനിങ്ങനെ ശ്യാമിനോട് ചോദിച്ചു, അല്ല ശ്യാമ, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത്? നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് സംഭാവനകൾ സ്വരൂപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് നമ്മുടെ ഷഫീഖിൻ്റെ അനുജൻ അഷ്റഫാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായി ഞാൻ പിന്നെ വീണ്ടും ശ്യാമിനോട് ചോദിച്ചു, ശ്യാമേ, ഈ അഷ്റഫ് എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാമ പറഞ്ഞു, എല്ലാ സാധാരണക്കാരൻ, നമ്മളെപ്പോലെയുള്ള ഒരു പ്രവാസി, അല്ല സാധാരണ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ഒരു സാധാരണക്കാരനാണ് എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് തൻ്റെ നാടിനോടുള്ള ഉത്കടമായിട്ടുള്ള ചിന്തയും ആ ഒരു സ്നേഹവും ഈ മനസ്സിൽ നിൽക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ എൻ്റെ വീട്ടുകാർ പിടിച്ചു കൊണ്ടുപോയി ഒരു ഹോസ്റ്റലിൽ, അതായത് ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. 13 വയസ്സുകാരനായി ഞാൻ എവിടെ പോയി? ദേശമംഗലത്തുള്ള ബോർഡിംഗ് സ്കൂളിൽ പോയി. ബോർഡിംഗ് സ്കൂളിൽ പോയിട്ട് അവിടെ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ സാധാരണ 13 വയസ്സുള്ള കുട്ടി വീടിൽ നിന്നൊക്കെ നാടൊക്കെ വിട്ടിട്ട് ഒരുത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കെന്ത് വരും? എൻ്റെ വീട്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ നാട് എന്നുള്ള ചിന്ത എങ്ങനെ വരും? 2 മാസം കഴിയുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നാട് വിട്ട് പുറത്തു പോയവർക്കറിയാം, നമ്മളുടെ മൈൻഡിലെപ്പോഴും, നമ്മളുടെ ചിന്തയിലെപ്പോഴും നമ്മളുടെ ഗ്രാമമാണ്, നമ്മുടെ അയൽപ്പക്കമാണ്, നമ്മുടെ നാട്ടുകാരാണ്. വിശ്വംഭരേട്ടൻ്റെ ഹോട്ടൽ, അഷറഫിന് തോന്നും വിശ്വംഭരേട്ടൻ്റെ ഹോട്ടലിൽ പോയി ഒരു ഭക്ഷണം കഴിച്ചാലെന്ത്? ഇത് പറയാൻ കാരണം, ഞങ്ങളൊക്കെ ഉച്ചഭക്ഷണം ഒന്ന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പാത്രമംഗലത്തുള്ള വിശ്വംഭരേട്ടൻ്റെ ഹോട്ടലിലേക്ക് കടന്നു വരാറുണ്ട്. ഇല്ല ഉണ്ണിമോണേ കേട്ടോ, നമ്മൾ വരാറുണ്ട്. നല്ല ഭക്ഷണമാണ്. 35 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ഭക്ഷണത്തിന് യാതൊരു പ്രശ്നവുമില്ല. ആ ക്വാളിറ്റി ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാത്രമംഗലത്തുകാർ നല്ലൊരു പൊറോട്ട കഴിക്കണമെങ്കിൽ ആദൂരിലെ മോഹനേട്ടൻ്റെ ചായക്കടയിലേക്കും വരും എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇതൊരു കൊടുക്കൽ വാങ്ങലുകളുടേതാണ്. അപ്പോൾ അഷ്റഫിൻ്റെ ഉള്ളിൽ വന്നത് എന്താണ്? നമ്മൾ പ്രവാസിയാകുമ്പോൾ നമ്മളുടെ നാടിനെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ കൂട്ടുകാരെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ അയൽക്കൂട്ടത്തെ കുറിച്ചിട്ടുള്ള ധാരണകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ആ കടന്നുവരവാണ് ഇന്ന് ഭൂപടത്തിൽ ഒരുവിടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും അത് വേൾഡ് റെക്കോർഡിലേക്കും പോകുന്നത്. ഒപ്പം തന്നെ എത്രയോ തവണ പാത്രമംഗലത്തുകാർ അഭിനയിച്ചിട്ടുള്ള നാടകം കാണാൻ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. മണികണ്ഠൻ ഇരിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ എത്രയോ നാടകങ്ങൾ കൊടുത്ത എൻ്റെ പ്രിയ സുഹൃത്താണ്. ഈ നാടിനൊരു സാംസ്കാരികപരമായിട്ടുള്ള, കലാപരമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്, ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകം ഇന്നത് അതിൻ്റെ ഒരുമയാണ്. ആരോ വിത്തുപാകിയ, ശങ്കരൻ മാഷ് വിത്തുപാകിയ ഈ നാടിൻ്റെ അടിത്തറയും സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകവുമാണ് ഈ ഒരുമ ഇവിടെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ജന്തുവർഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ സാംസ്കാരിക ബോധമാണ്, പൈതൃക ബോധമാണ്. ഈ പൈതൃകം ഇവിടെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ പങ്കെടുക്കാനും ഈ വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിൻ്റെ ഭാഗമായി മാറാനും ആ പരിപാടിയിൽ സംവദിക്കാനും അതിലേക്ക് അഡ്ജൂഡിക്കേറ്റേഴ്സിനെ എത്തിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അഷ്റഫിനും അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക്
ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളുടെ നാടിനെ, നമ്മളുടെ ഗ്രാമങ്ങളെ, നമ്മുടെ ദേശത്തെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പൈതൃകത്തിൻ്റെ സ്മരണ ഊട്ടിയുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് ഈ സ്റ്റോറികൾ പറഞ്ഞു തന്ന 2 പേരുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട ശ്യാമാണ്, മറ്റൊന്ന് രവിയേട്ടനാണ്. ഈ 2 പേരുമാണ്. കാരണം എനിക്ക് ഇത്ര ആധികാരികമായി പറയണമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്ന ആളുകളുണ്ട്. 2 പേരെയും അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഈ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരുപാട് സന്തോഷം. സത്താർ ആദു സാറ് നമ്മുടെ ഗിന്നസ് വേൾഡ് നമുക്ക് റെക്കോർഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സുപരിചിതനാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വേൾഡ് റെക്കോർഡിൽ നമ്മുടെ പേര് എഴുതി ചേർക്കുമ്പോൾ അന്ന് നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് മുഖ്യ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി. നമ്മൾ പാത്രമംഗലത്തിൻ്റെ ചെറിയൊരു ആദരം സ്വീകരിക്കാനായിട്ട് സാറിന് ക്ഷണിക്കുകയാണ്. ആദരം നൽകുന്നതിനായി കർമ്മല ജോൺസൺ മാമിനെ കൂടെ ക്ഷണിക്കുന്നു. നമ്മൾ പാത്രമംഗലംകാരുടെ നിറഞ്ഞ സ്നേഹം ഈ ഒരു ആദരം നൽകുന്നതിലൂടെ അറിയിക്കുകയാണ്. നമ്മുടെ സന്തോഷ നിമിഷങ്ങളിൽ എപ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലുള്ള സന്തോഷങ്ങളിൽ ഞങ്ങൾ സാന്നിധ്യം കൂടെ പ്രതീക്ഷിക്കുന്നു. ഇനി ആശംസ പ്രസംഗത്തിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നമ്മുടെ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള കർമ്മല ജോൺസൺ മാമിനെ ഏറെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്നു. ആഹ്ലാദ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു, അധ്യക്ഷ പദവി അലങ്കരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ടി.ആർ. ഷോബി, ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ്, ഗിന്നസ് സത്താർ ആദൂർ, നമ്മുടെ ജലീൽ ആദൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, വേദിയിലെ നമ്മുടെ മുൻ മെമ്പർ തോമസ് ഏട്ടൻ, അനിൽ, അതുപോലെ തന്നെ സ്വാഗതം ചെയ്ത ജഗൻ, ശ്യാം പാത്രമംഗലം, അതുപോലെ തന്നെ നമ്മളെ ഈ പാലത്തിൻ്റെ 50-ാം വാർഷികവും അതുപോലെ പാലത്തിൻ്റെ മഹിമയും ഘോരഘോരം നമുക്ക് ഓരോരുത്തർക്കും പ്രസംഗിക്കാൻ ഇവിടെ ഇടയാക്കി തന്ന നമ്മുടെ അഷ്റഫ് പാത്രമംഗലം, മറ്റ് വേദിയിലെയും മറ്റ് വളണ്ടിയേഴ്സും എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ജനുവരി 26-ാം തീയതി നാം ലോകം കണ്ടതിൽ വെച്ച് വലിയ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടിയാണ് നമ്മുടെ പാത്രമംഗലത്ത് അരങ്ങേറിയത്. എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം പാത്രമംഗലത്തിൻ്റെയും പാലത്തിൻ്റെയും എല്ലാം മഹിമകളും ഈ പ്രദേശം എങ്ങനെയാണ് ഉണ്ടായതെന്നും ഇവിടുത്തെ നാട്ടുകാർ ഏത് രീതിയിലുള്ള ജനങ്ങളാണെന്നും കൃഷിയാണ് മെയിനായിട്ടുള്ള ഉപജീവന മാർഗമെന്നും ഒക്കെ തന്നെയായാലും ഈ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യം, സ്പോർട്സ്, അധ്യാപകർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് എന്നിവരെ കൊണ്ട് നമ്മുടെ ഈ ഗ്രാമം സമ്പുഷ്ടമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പാത്രമംഗലത്തിന് പേര് വന്നത് നമ്മുടെ കുമ്പാരം സമുദായത്തിൻ്റെ അവരുടെ മൺപാത്ര പണി കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരൊരു പരിശീലനം നടത്തുന്നുണ്ട്, 10-20 ദിവസത്തെ പരിശീലനം. ഞാൻ പോയി ആ പരിശീലനം കണ്ടപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റിങ്ങുകളോ മൺചട്ടികളോ അല്ലെങ്കിൽ മൺകലങ്ങളോ ഒന്നുമല്ല, അച്ചിൽ വാർത്തിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിമകൾ, അതുപോലെ മനോഹരമായ ശില്പങ്ങൾ, അതുപോലെ ഒട്ടുമിക്ക നമുക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള കലാരൂപങ്ങൾ അവർ അവിടെ വാർത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന മൺപാത്രം ചട്ടിയും കലവും അല്ലെങ്കിൽ ഇപ്പോൾ ലോക പ്രശസ്തി ആർജിച്ചിരിക്കുന്ന റിങ്ങുകൾ മാത്രമല്ല, അവരുടെ കലാബോധം വളരെ അങ്ങ് വലുതായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പാത്രമംഗലം കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിച്ച് പോവാതിരിക്കാൻ കഴിയില്ല. ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് അന്ന് നമ്മുടെ പാത്രമംഗലം കൂട്ടായ്മ ഈ പാത്രമംഗലത്ത് ജനുവരി 26-ാം തീയതി അരങ്ങേറിയ ആ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ലോക റെക്കോർഡ് നേടാൻ നമുക്ക് സാധിച്ചത്. ഇപ്പം നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളും പുറത്തുള്ള ജനങ്ങളൊക്കെ നമ്മളെ നോക്കിക്കാണത് ഈ പാത്രമംഗലം കൂട്ടായ്മയെയാണ്. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു ഈ ഒരു കൂട്ടായ്മ? എങ്ങനെ നിങ്ങൾ 314 പേരെ ഒരേ വേദിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു? അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പാത്രമംഗലം കൂട്ടായ്മ എന്ന് പറയുന്നത്
ഒരു ഏകദേശം 2 മാസക്കാലം എല്ലാവരും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. എല്ലാവരും ആ പണി കഴിഞ്ഞ് വന്ന് ഇതേ സ്റ്റേജിൽ തന്നെ ഒത്തുകൂടി അവരുടെ ചർച്ചയും എല്ലാ ചർച്ചയും ലീഡ് ചെയ്യുന്നത് ഒരാൾ തന്നെയാണ്. ആ ലീഡ് ചെയ്യുന്ന ആൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ആ ഗ്രൂപ്പിനകത്ത് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരുമയോടും ഐക്യത്തോടും കൂടി നീണ്ട ഒരു പ്രയത്നം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ലോക റെക്കോർഡ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് വളരെ പണ്ട് മുതൽ തന്നെ നമ്മുടെ ഈ പാത്രമംഗലം ഗ്രാമം കലകളാൽ സമൃദ്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കർഷകരായാലും നമുക്ക് ഈ ലോക റെക്കോർഡ് നേടിയപ്പോൾ കർഷകനായ 1-2 പേരോട് സംസാരിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, കർഷകരായാലും മറ്റ് ഉദ്യോഗസ്ഥരായാലും നമ്മൾ പാത്രമംഗലത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെയാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ്. ഇങ്ങനെ നേരത്തെ സത്താർ ആദൂർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പരിപാടിക്കും നമ്മുടെ ഈ പാത്രമംഗലം എന്നല്ല, നമ്മുടെ ഈ ലോകരാജ്യത്ത് ഒരു രാജ്യവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. ഒരേ മനസ്സോടെ ഒരേ വേദിയിൽ വന്ന് അന്ന് കാലത്ത് മുതലുള്ള ക്രൗഡ് വൈകുന്നേരം 10 മണി വരെയും ഒരേ ലെവലിലേക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ താഴാതെ നിൽക്കുന്നത് പോലെ ജനസാഗരമായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ എന്നുള്ളത് ഈ പരിപാടിയുടെ ഒരു വൻ വിജയമായും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഹ്ലാദ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാം, ഒരുപാട് നന്ദി. നമ്മുടെ കൂടെ ഈ സന്തോഷത്തിൽ എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കുന്നതിൽ. അതിൽ നമ്മുടെ പാത്രമംഗലത്തിൻ്റെ ഒരു ആദരം മാമിന് നൽകുകയാണ്. ആദരം നൽകുന്നതിനായി പ്രോഗ്രാം കൺവീനർ ജഗൻ പാത്രമംഗലത്തെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി കർമ്മല ജോൺസൺ മാമിനെ ക്ഷണിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം ഈ ഒരു ആദരം നൽകുന്നതിലൂടെ അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി മുൻ വാർഡ് മെമ്പർ തോമസ് വടക്കനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തത്തിലും എല്ലാ സന്തോഷത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടെ സാറിനെ ക്ഷണിക്കുന്നു. സഹൃദയരെ, നമ്മുടെ ഈ വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരും പ്രിയപ്പെട്ടവരുമായവരെ, പാത്രമംഗലത്തിൻ്റെ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിനെ ഒന്നിപ്പിക്കുകയും ഒന്നിച്ചണിനിരത്തുകയും ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മൺമറഞ്ഞുപോയ മുൻ രാഷ്ട്രപതി ശ്രീ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞു, എല്ലാവരും സ്വപ്നങ്ങൾ കാണണമെന്ന്. ആ സ്വപ്നങ്ങൾ നാം ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ കാണുന്നതല്ല, സുന്ദരമായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങളല്ല, നാം ഉറങ്ങാതിരിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണണമെന്ന്, വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന്. ആ ഉറങ്ങാതിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തും. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരുപാട് സഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ആ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ ഒരുപാട് കഷ്ടപ്പാടെടുത്താൽ മാത്രമേ അതെത്തൂ. ആ സ്വപ്നങ്ങൾ രാജ്യത്തിനും കുടുംബത്തിനും ലോകത്തിന് തന്നെയും ശ്രേഷ്ഠമായിരിക്കും. ഇതുപോലെ ഒരു സ്വപ്നം കണ്ടതാണ് നമ്മുടെ അഷറഫ്. അഷറഫ് കണ്ട സ്വപ്നം വളരെ വലുതായിരുന്നു. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിനെ ലോകത്തിൻ്റെ നെറുകിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷത്തിൻ്റെ അലയടികളാണ് ഇന്നും നാം ഇവിടെ കാണുന്നത്. ഈ അലയടികൾ എന്നും ഇവിടെ നിലനിൽക്കണം. ഈ ചൈതന്യം നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും നമ്മൾ വലിയ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി കൂട്ടായും ഒറ്റയ്ക്കായും നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിറങ്ങണം. അത് കുടുംബത്തിനും നമ്മുടെ ഈ ഗ്രാമത്തിനും നമ്മുടെ രാജ്യത്തിന് തന്നെയും അത് ശ്രേഷ്ഠമായിരിക്കണം. അതിന് നല്ല കഠിനാധ്വാനം ആവശ്യമാണ്.
നാം ഒരു തീരുമാനമെടുത്താൽ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ വിശ്രമമില്ലാതെ അധ്വാനിക്കേണ്ടി വരും. അധ്വാനമില്ലാതെ ഒരു കാര്യവും ഈ ലോകത്തിൽ സാധ്യമായിട്ടുള്ളതല്ല. നമ്മൾ ഉദ്ധം സിംഗിനെ കുറിച്ചൊക്കെ കേട്ട് കാണും ചിലപ്പോൾ. ഉദ്ധം സിംഗ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടൻ ഇവിടെ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിലൊരു നിയമം പ്രഖ്യാപിച്ചു, റൗലറ്റ് ആക്ട്. നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറയാം, ഇന്ന് വേണമെങ്കിൽ 144 എന്ന് പറയാം. അന്ന് അതുപോലെ റൗലറ്റ് ആക്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 4 ആളിൽ കൂടുതൽ സംഘടിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശസ്നേഹികളായിട്ടുള്ള നമ്മുടെ പൂർവികർ പഞ്ചായത്തിൻ്റെ ഹൃദയമായ അമൃതസരസിലെ ജ്വാലിയൻ വാലാബാഗിൽ 20,000-ഓളം വരുന്ന ജനങ്ങൾ ഈ റൗലറ്റ് ആക്ടിനെ ധിക്കരിച്ചുകൊണ്ട് ഒത്തുകൂടി. അന്ന് ഇവിടുത്തെ ബ്രിഗേഡിയൻ ജനറലായിരുന്നു EH ഡയർ എന്നൊരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ആ നിയമം ലംഘിക്കുന്നതിനെതിരെ ശക്തിയായി പൊരുതുന്നതിന് വേണ്ടി ഒരു വ്യൂഹം പട്ടാളത്തെയും കൂട്ടി അദ്ദേഹം ഈ ജ്വാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ നിയമം പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് നിറത്തോക്കുകൾ ഒഴിക്കുകയായിരുന്നു. 1600 റൗണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഒരു വെടിയുണ്ട പോലും അത് പാഴായിപ്പോയില്ല എന്ന് അത് കണ്ടു നിന്നിരുന്ന ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ, ഈ വെടിയുണ്ടകൾ മുഴുവൻ നമ്മുടെ ദേശസ്നേഹികളായ നമ്മുടെ പൂർവികരുടെ മാറ് പിളർത്തുകൊണ്ട് അവരെ മരണത്തിലേക്ക് അയച്ചു, അല്ലെങ്കിൽ അംഗവിഹീനരാക്കി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, രക്തം തളം കെട്ടി നിൽക്കുന്ന ജ്വാലിയൻ വാലാബാഗ് മൈതാനത്തിൽ തൻ്റെ സഹോദരന്മാർ, തൻ്റെ അച്ഛനമ്മമാർ കിടന്ന് പിടയുന്നത് കണ്ടപ്പോൾ ഡയർ ഒരു തീരുമാനമെടുത്തു, ഞാൻ അവനെ കൊല്ലും. ഉദ്ധം സിംഗ് തീരുമാനമെടുത്തു, ഞാൻ അവനെ കൊല്ലുമെന്ന്. എങ്ങനെ കൊല്ലും? ഡയറിന് അന്ന് A to Z സെക്യൂരിറ്റിയുള്ള ആളാണ്. ഒരു കൊതുകിന് പോലും അവരുടെ അനുവാദമില്ലാതെ ഡയറിൻ്റെ റൂമിലേക്ക് കടക്കാൻ സാധ്യമല്ല. അത് ഉദ്ധം സിംഗിനും അറിയാമായിരുന്നു. താൻ തീരുമാനിച്ചിട്ടുള്ള ഞാൻ അവനെ കൊല്ലുമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഉദ്ധം സിംഗ് ഒരിക്കലും പുറകോട്ട് പോയില്ല. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതീയരെ കൊന്നൊടുക്കിയ ഉദ്യോഗസ്ഥന് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പാരിതോഷികം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഡയർ ലണ്ടനിലേക്ക് പറക്കുന്നതിന് മുൻപ് ഉദ്ധം സിംഗ് അവിടെ എത്തി. ഇന്ത്യയിലുള്ള സെക്യൂരിറ്റിയൊന്നും സ്വന്തം നാട്ടിലുണ്ടാകില്ല എന്ന് ഉദ്ധം സിംഗിന് അറിയാമായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ കൊന്നതിൻ്റെ പാരിതോഷികവുമായി പാർലമെൻറ്റിൻ്റെ ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിക്കൊണ്ട് ആഹ്ലാദം പങ്കുവെച്ച് പുറത്ത് കടന്നു വരുന്ന ഡയറിൻ്റെ നേർക്ക് ഉദ്ധം സിംഗ് നിറയൊഴിച്ചു. അവൻ്റെ മാറ് പിളർത്ത് അവിടെ മരിച്ചു വീണു. അങ്ങനെ ഉദ്ധം സിംഗ് തൻ്റെ ആ തീരുമാനം നടപ്പിലാക്കി. അങ്ങനെ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, നല്ല നല്ല തീരുമാനങ്ങളെടുത്ത് എന്ത് വന്നാലും അതിന് പുറകോട്ട് പോരില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നാടും നമ്മുടെ രാജ്യവും വികസനത്തിൻ്റെ ഉന്നത പാന്താവിലേക്ക് കയറി വരും എന്നുള്ളതിന് തർക്കമില്ല. എന്തായാലും നമ്മുടെ അഷറഫ് കണ്ട സ്വപ്നം, അതുപോലെ നമുക്കും എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ കാണാം. അഷറഫിൻ്റെ ഇടവും വലവുമായി ജഗനും അവന് ചുറ്റും വലിയൊരു സമൂഹവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചാരിതാർത്ഥ്യജനകമാണ്. ഈ കൂട്ടായ്മയും പിന്നെ ഈ സന്തോഷവും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നമ്മൾ പാത്രമംഗലത്തിൻ്റെ ഒരു സ്നേഹാദരം സ്വീകരിക്കുന്നതിനായി ശ്രീ തോമസ് വടക്കനെ ക്ഷണിക്കുന്നു. ആദരം നൽകുന്നത് അനിലേട്ടനാണ്.
നമ്മൾ പാത്രമംഗലക്കാരുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു ആദരം നൽകുകയാണ്. ശ്രീ തോമസ് വടക്കന് ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ ഒരു ദിവസം നമ്മളെല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ്. അടുത്തതായി മുൻ വാർഡ് മെമ്പറായ ശ്യാം കുമാർ പാത്രമംഗലത്തെ ക്ഷണിക്കുകയാണ് ആശംസാ പ്രസംഗത്തിനായി. ഈ ഒരു സന്തോഷ ദിവസം നമ്മുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷത്തോടു കൂടെ ക്ഷണിക്കുന്നു. ശ്രീ ശ്യാം കുമാർ പാത്രമംഗലം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിലെ പ്രിയങ്കരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇനിയൊരു ദീർഘമായ പ്രസംഗത്തിന് ഇനി മുതിരുന്നില്ല. കാരണം നമ്മുടെ വേദിയിൽ ഒരു 3 മണിക്കൂറോളം നീളുന്ന കലാപരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അനിലേട്ടൻ്റെ പ്രസംഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു പുലിവന്നൂർ പൂരം, 2 ദിവസം മുമ്പായിരുന്നു ആദൂർ പൂരം. തോന്നല്ലൂർ പൂരം മാർച്ച് 1-ാം തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാത്രമംഗലത്തെ പൂരം ഡിസംബർ മാസത്തിലായിരുന്നു. പക്ഷേ ഡിസംബറിൽ തുടങ്ങിയ പൂരം ഇപ്പോഴും കഴിയാതെ പാത്രമംഗലത്ത് ഇങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ ആവേശം അലയടിക്കുകയാണ് എന്ന് ആണ് നാട്ടിലെല്ലാവരും പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ആണോ? കാരണം ഡിസംബറിലെ നമ്മുടെ പൂരം കഴിഞ്ഞു, അതിനുശേഷം പെരുന്നാൾ കഴിഞ്ഞു. ജനുവരി 26-ന് ഈ നാടിനെ മുഴുവൻ ഒന്നാക്കിയ അതിമനോഹരമായ നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷവും പാലത്തിൻ്റെ 50-ാം വാർഷികവും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എല്ലാം അവസാനിച്ചു, അഷറഫിക്കൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണ് നമ്മുടെ നാട്ടുകാരൊക്കെ വിചാരിച്ചത്. അപ്പോഴാണ് അറിയണേ പാലത്തിൻ്റെ ഒരു വിജയ ആഘോഷം ഉണ്ട് എന്നുള്ള കാര്യം. എനിക്ക് കുറച്ച് മുമ്പൊരു ഫോൺ വന്നു. അപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പരിപാടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു പാലത്തിൻ്റെ പരിപാടിയാണെന്ന് ചോദിച്ചു. അദ്ദേഹം കളിയാക്കിയിട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ശരിക്കും പാലത്തിൻ്റെ പരിപാടിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം ജനുവരി 26-ൻ്റെ പാലത്തിൻ്റെ പരിപാടി അതിവിപുലമായി നമ്മളെല്ലാവരും കണ്ട് ഇപ്പോഴും അത് അവസാനിക്കാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നേരത്തെ സത്താറിക്ക പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഒരാൾ എന്നെയും വിളിച്ച് ചോദിച്ചു ഈ അഷറഫിക്ക് എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചു. എത്ര രാജ്യങ്ങളിൽ അഷറഫിക്കയുടെ ബിസിനസ് ഉണ്ട് ചോദിച്ചു. അസീനത്തേക്ക് അറിയോ എത്ര രാജ്യത്ത് അഷറഫിക്ക് ബിസിനസ് ഉണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു എത്ര രാജ്യത്ത് അഷറഫിന് ബിസിനസ് ഉണ്ട്, എന്തൊക്കെയാണ് അഷറഫിൻ്റെ ബിസിനസ്സുകൾ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അഷറഫൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലെ നിന്നും പ്രവാസ ലോകത്തുള്ള ആളുകളെ പോലെ ഒരു വീഡിയോ എഡിറ്റിംഗ് ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷേ അഷറഫിക്ക് ഒരു പ്രശ്നമുണ്ട്. അഷറഫിയുടെ പ്രശ്നം എന്താണ്? നാടിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു പാത്രമംഗലത്തുകാരനാണ് ശ്രീ അഷറഫ് എന്നുള്ളതാണ് അഷറഫിക്കയുടെ ഒരു പ്രശ്നം. ഞാൻ മെമ്പറാവുന്ന സമയത്ത്, ഞാനിനി അവസാനിപ്പിക്കുകയാണ്, മെമ്പറാവുന്ന സമയത്ത് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ നാടിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ഞാനാണെന്നാണ് എൻ്റെ ധാരണ അന്ന് 5 വർഷം മെമ്പറായ സമയത്ത് ഉണ്ടായിരുന്നത്. കർമ്മല ചേച്ചിക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും, ഈ നാട് വേലൂർ പഞ്ചായത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരാളാണ്. പാത്രമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ കർമ്മലേച്ചിയാണെന്ന് കർമ്മലേച്ചിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ എൻ്റെ കർമ്മലേച്ചി നമ്മളൊന്നല്ല കേട്ടാ, നമ്മളൊന്നുമല്ല ഈ നാടിനെ സ്നേഹിക്കുന്നത്. അഷറഫക്കയുടെയൊക്കെ ഈ നാടിനോടുള്ള ഒരു സ്നേഹത്തിന് മുമ്പിൽ അതുമാത്രമാണ് ഈ നാടിനെ ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ ജനുവരി 26-ാം തീയതിയും ഇന്നും ഇനി നടക്കാൻ പോകുന്ന കലാപരിപാടികളിലൊക്കെ ഇനിയും കുറേ ആളുകൾ എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ അഷറഫക്കയോടുള്ള ഒരു സ്നേഹം അത് നമ്മളിങ്ങനെ വാക്കുകളിൽ പറഞ്ഞാൽ തീരുന്നതല്ല. ഈ നാടിനോടും ഈ നാട്ടുകാരോടും ഇത്രയേറെ സ്നേഹവും വാത്സല്യവും അടുപ്പവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അത് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമാണ്. ഒരു സാധാരണക്കാരൻ ഈ നാടിന് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന എന്നോട് ചോദിച്ചു, വേറൊരാൾ ചോദിച്ചു മൂപ്പർക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അത്രയേറെ താല്പര്യത്തോടു കൂടി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന. അടുത്ത ദിവസം തിരിച്ചു പോകും എന്ന് എന്നോട് ഇപ്പോൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത ദിവസം
പോകുമെന്ന് പറഞ്ഞു. അഷറഫൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, അതില്ലെങ്കിൽ നമുക്ക് തിരിയാൻ പറ്റുമോ? നമുക്ക് അനങ്ങാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കുടുംബാംഗങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അവിടുത്തെ ഇരിഞ്ഞാലക്കുടയിലെ വീട്ടുകാരുമൊക്കെ നൽകുന്ന ഒരു സ്നേഹവും പിന്തുണയും ഒക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു മുതൽക്കൂട്ട് ആകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അവർക്കെല്ലാം ഈ നാടിൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇന്നും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജനുവരി 26-ന് ആഘോഷ ദിവസവും നമ്മുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മോടൊപ്പം തന്നെ നിന്ന ആളാണ് കൂടിയാണ് ശ്രീ ശ്യാംകുമാർ പാത്രമംഗലം. അപ്പം നമ്മുടെ പാത്രമംഗലംകാരുടെ ഒരു സ്നേഹ ആദരവാണ് അടുത്തതായി ശ്രീ ശ്യാംകുമാർ പാത്രമംഗലത്തിന് നൽകുന്നത്. അതിനായി അനിലേട്ടനെ ക്ഷണിക്കുകയാണ് മെമൻറ്റോ നൽകുന്നതിനായി. നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ആഘോഷങ്ങളിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന ശ്രീ ശ്യാംകുമാർ പാത്രമംഗലം, ഒരുപാട് നന്ദി. ഈ ഒരു സ്നേഹത്തിന്, ഈ ഒരു ഒത്തൊരുമയ്ക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതിന് ഒരുപാട് നന്ദി. പാത്രമംഗലത്തിൻ്റെ സ്നേഹാദരവ് അറിയിക്കുകയാണ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം കൂടിയായ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്, പാത്രമംഗലത്തെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അനിലേട്ടനെ, ശ്രീ അനിൽ വി എൻ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വേദിയെ അലങ്കരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട സദസ്, ആഹ്ലാദം പറയുമ്പോൾ തന്നെ ആഹ്ലാദത്തിൻ്റെ പരകോടിയിലെത്തുന്ന ഒരു നാമധേയം തന്നെയാണ് ഈ വിജയാഹ്ലാദ ദിനത്തിന് നമ്മളിട്ടിരിക്കുന്നത്. സന്തോഷത്തോടെയല്ലാതെ ഒരിക്കലും ഈ പേര് നമുക്ക് ഉച്ചരിക്കാനാവില്ല. ജനുവരി 26-ന് ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൽ ഭൂപടത്തിൽ ഇടം പിടിച്ച നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ പെരുമയും പ്രശസ്തിയും, നമ്മുടെ ഗ്രാമം ഇത്രമാത്രം പ്രസിദ്ധമാണോ, ഇത്രമാത്രം പേര് കേട്ടതാണോ എന്ന് ഇവിടെ വന്നവർ പറയുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് തന്നെ ബോധ്യം വരിക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാരും പറഞ്ഞു കൊടുത്തോ എഴുതി കൊടുത്തോ പഠിപ്പിച്ചോ പറഞ്ഞതല്ല. പറഞ്ഞവരാരും തന്നെ നമ്മുടെ ഗ്രാമവാസികളുമല്ല. അതാണതിൻ്റെ പ്രത്യേകത. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമത്തിൻ്റെ മഹത്വങ്ങളും പൈതൃകങ്ങളും ഒരുപക്ഷെ ഏറ്റവും അധികം തിരിച്ചറിയുന്നതും ഉൾക്കൊള്ളുന്നതും നമ്മുടെ ഗ്രാമത്തിന് പുറത്തുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൽ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്: ഒരുവൻ ആത്മാർത്ഥമായും തീവ്രമായും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നിറവേറ്റി തരുന്നതിന് ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ അവനോടൊപ്പം നിൽക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ അത് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അഷറഫ് എന്ന വ്യക്തിയുടെ അടങ്ങാനാവാത്ത ആഗ്രഹം, അഭിവാഞ്ച, തൻ്റെ ഗ്രാമത്തിൻ്റെ യശസ്സും പ്രൗഢിയും ഭൂപടത്തിൽ ഒരിടം പിടിക്കുന്ന ഇടത്തെത്തിക്കണമെന്നുള്ള അടങ്ങാനാത്ത അഭിവാഞ്ച, അദ്ദേഹത്തിൻ്റെ അഭിവാഞ്ചയ്ക്കൊപ്പം ഒരു ഗ്രാമം മുഴുവൻ മനുഷ്യനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ വിഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്താധാരകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ തോളോട് തോൾ ചേർന്നുകൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലം ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുന്നതിൻ്റെ വിജയാഹ്ലാദമായിരുന്നു നാം ജനുവരി 26-ന് നടത്തിയത്. അതിൻ്റെ വിജയദിനം അഥവാ സക്സസ് ഡേ എന്ന നിലയ്ക്കാണ് ഇന്ന് ഇവിടെ ഈ ആഹ്ലാദം നടത്തുന്നത്. കലയുള്ളിടത്ത് കലാപമുണ്ടാവില്ല എന്നൊരു പ്രസിദ്ധമായ ചൊല്ലുണ്ട്. വളരെ അന്വർത്ഥമാണത്. കലാപരമായും കായികപരമായും ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് പരസ്പരം പോരടിക്കാനും വേർതിരിക്കാനുമുള്ള ചിന്തകൾ നമുക്ക് ചിന്തിക്കാൻ നേരമുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരസ്പരം ഒന്നായിക്കൊണ്ട്, പരസ്പരം ഒരേ കുടുംബക്കാരെ പോലെ ഒരു ഗ്രാമം മുഴുവൻ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അതിൻ്റെ സാഫല്യത്തിന് വേണ്ടി
ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഈ ഒരുമയും ഐക്യവും ഇനിയുള്ള നാളുകളിലും ഇവിടെ ഉണ്ടാകണം. ഗ്രാമത്തിൻ്റെ ഉത്സവങ്ങൾ, ഗ്രാമത്തിൻ്റെ ആഘോഷങ്ങൾ, ഗ്രാമത്തിൻ്റെ വിവിധ രീതിയിലുള്ള ഒത്തുചേരലുകൾ, ഇവയെല്ലാം തന്നെ ഏത് ജാതിയിൽപ്പെട്ടവനായാലും മതത്തിൽപ്പെട്ടവനായാലും വ്യത്യസ്ത ചിന്താഗതിക്കാരാണെങ്കിലും നാട്ടിലെ ആഘോഷങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയുമാണ് എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ, ദുഃഖങ്ങളും ദുരിതങ്ങളും സന്താപങ്ങളുമുള്ള നമ്മളെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒരുമിക്കാനുമുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്ന് കരുതിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള മിഥ്യാധാരണകളുമില്ലാതെ നിറഞ്ഞ മനസ്സോടുകൂടി ആഹാ ആഹ്ലാദം എന്നുറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നാട്ടിലെ എല്ലാ പരിപാടികളിലും നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ പെരുമയും പ്രൗഢിയും പ്രശസ്തിയും ഒരുമയും നമുക്ക് മറ്റുള്ള ഗ്രാമത്തിലേക്കും ജില്ലയിലേക്കും വിശിഷ്യ ലോകത്തിലേക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു മാതൃകാ ഗ്രാമമായി തന്നെ നമുക്ക് തുടരാൻ സാധിക്കട്ടെ എന്ന് ഈ വേളയിൽ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടരാം. അഭിവാദ്യങ്ങൾ. പാത്രമംഗലത്തിൻ്റെ പേര് നമ്മൾ വേൾഡ് റെക്കോർഡ് ബുക്കിൽ എഴുതി ചേർക്കുന്ന ആ ഒരു 26-ാം തീയതിത്തെ ഗംഭീരമായ ചടങ്ങും അതിനുശേഷം അതിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിനായിട്ട് നമ്മൾ ഇന്ന് ഒരുക്കിയിട്ടുള്ള ഈ ഒരു പരിപാടി എല്ലാം നമ്മളെ മുന്നിൽ നിന്ന് ഗംഭീരമായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അനിലേട്ടനും നമ്മളൊരു ആദരം നൽകുകയാണ്. നമ്മുടെ പാത്രമംഗലത്തിൻ്റെ ഒരു സ്നേഹാദരം അത് നൽകുന്നതിനായി ജഗൻ ചേട്ടനെ കൂടെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി അനിലേട്ടയും ക്ഷണിക്കുകയാണ്. പാത്രമംഗലംകാരുടെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ അത് ഒരുക്കുന്നതിനായിട്ട് ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അനിലേട്ടനും നമ്മളുടെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സാംസ്കാരിക പരിപാടി ഇതാ സമാപിക്കാനിരിക്കുകയാണ്. ഇനി കലാപരിപാടികളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔപചാരികമായ ഒരു നന്ദി പറയുന്നതിനായി നമുക്കേറെ പ്രിയപ്പെട്ട ഇങ്ങനെ ഒരു ആഘോഷവും ഇതിനു മുൻപ് നമ്മൾ 26-ാം തീയതി നടന്ന ഒരു ഗംഭീര ആഘോഷം, ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള നമുക്കേറെ പ്രിയപ്പെട്ട അഷ്റഫ് മുഹമ്മദ് ഉണ്ണി, നമ്മൾ ഒരുപാട് സ്നേഹത്തോടു-കൂടെ ഇന്നല്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഈ ഒരു റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് കാണുമ്പോഴൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷ ദിവസം, ആ നിമിഷം, അതുപോലെ തന്നെ അഷ്റഫേട്ടനെ കൂടെ നമ്മൾ ഓർക്കും. അപ്പോൾ അഷ്റഫേട്ടനാണ് അടുത്തതായിട്ട് നന്ദി പറയാനായിട്ട് ക്ഷണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനാണ് ഇതിന് കാരണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ നന്ദി പറയേണ്ടത് TN നാമംഗലം എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ പാലും ഇല്ല, നമ്മളും ഇല്ല, ആരുമില്ല. അപ്പോൾ ആദ്യമേ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാണ്. രണ്ടാമന് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ തവണ വിട്ടുപോയതാണ്, വീണ്ടും ഇവിടെ വെച്ച് അത് പറയാണ്. നന്ദി പാർത്ഥ ക്ഷേത്രത്തിന് പറയാണ്. പിന്നെ കഴിഞ്ഞ തവണ ഒരുപാട് പേരെ വിട്ടു. ഐ എം റിയലി സോറി. ആദ്യമേ പറയട്ടെ, ഇതെൻ്റെ പണിയല്ല എന്ന് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഇപ്പോഴും പറയാണ്. നമ്മൾ ബിന്ദു മിനിസ്റ്ററെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM സമ്മേളനത്തിൻ്റെ പിന്നാലെ ഓടി. എന്നിട്ട് ആണ് ആളെ ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ മറ്റേ പരിപാടിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അന്നത് മിസ്സായിപ്പോയി. അപ്പോൾ ഈ പരിപാടി വലിയ വിജയത്തോണ്ട് ഇതിൻ്റെ അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഹുസൈൻക്ക് ഉണ്ടായിരുന്നു. ഹുസൈൻക്ക നാലക്കൂട എൻ്റെ വൈഫിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ പ്രോഗ്രാം സക്സസ് ആയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയായിരുന്നു, അപ്പോൾ അത് സെലിബ്രേറ്റിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചാണ് മന്ത്രീനെ കിട്ടുമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സെലിബ്രേഷൻ എന്നുള്ള പരിപാടി നമ്മൾ എത്തിയത്. അതിന് ഹുസൈൻക്കാട് നന്ദി പറയുന്നതിന് വേണ്ടി. പിന്നെ ആരാ MLA കാണാൻ പോയിരുന്നു, നമ്മുടെ മുഖ്യ അധ്യക്ഷനായിട്ട്. അദ്ദേഹം വരാമെന്നേറ്റിരുന്നു, എന്തോ അസൗകര്യം കൊണ്ട് വന്നില്ല. അപ്പോൾ അതിന് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്, വരാൻ പറ്റിയില്ലെങ്കിൽ കൂടെ. അതിന് പകരം നമുക്ക് അധ്യക്ഷനെ വന്ന ശോഭി ചേട്ടൻ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജലീൽ ആദൂർ, സത്താർ ആദൂർ, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരോടും വലിയ നന്ദി പറയാണ്. വെറുതെ പറഞ്ഞ് സമയം കളയണമെന്ന് എനിക്കറിയില്ല, ഒരുപാട് ലേറ്റായില്ലേ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, അതെ, ഇപ്പോൾ കർമ്മല ചേച്ചി നമ്മുടെ സ്വന്തം ആളാണ്, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ കർമ്മല ചേച്ചി, തോമസ് ഏട്ടൻ, അനിലേട്ടൻ, ശ്യാമേട്ടൻ, പ്രിയ സുഹൃത്ത് ജഗനോട് നന്ദി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം ബിയോണ്ട് നന്ദിയാണ് ജഗൻ. ബിക്കോസ് നമ്മൾ അത്രയധികം ഡിസ്കസ് ചെയ്യും,
അത് പറയാ പാർട്ട്ണർ എന്ന ക്രൈം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ജഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്ദിയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എങ്കിലും കൂടി ഔപചാരികയുടെ പേരിൽ ജഗനോട് നന്ദി പറയാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് തരുന്ന ചേട്ടൻ, എൻ്റെ പഴയ മുതലാളി, ഇപ്പോഴത്തെയും മുതലാളി യൂസഫ് ക ലെൻസ്മാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് നമുക്ക് പ്രണവ് ശശിയേട്ടനും ബാക്കിയുള്ള ശ്രീജിത്ത് പേരാമ്പ്ര, അതുപോലെ പ്രദീപ് നമ്മുടെ ചാക്കേരായിട്ട് വന്നിട്ടുള്ള ആൾ, അതുപോലെയുള്ള ആൾക്കാർ, അതുപോലെ പൂനം റഹീം, അവരാണ് LED നമുക്ക് അശ്വതിനെ പറഞ്ഞിട്ടില്ല ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ അശ്വതി നമുക്ക് ഒരു ഗംഭീര എന്താ പറയുക ആങ്കറിങ് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ ഓർമ്മിക്കേണ്ട ഒരാളെന്ന് വെച്ചാൽ വർഗീസേട്ടൻ ഇവിടെ എന്താ പറയുക കൗണ്ടർ അടിക്കുന്ന പോലെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പടക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കേൾക്കല്ലേ എവിടെയാണാവോ. അപ്പോൾ വർഗീസേട്ടനും കൂടെ ഇപ്രാവശ്യം വീണ്ടും നമ്മുടെ എന്താ പറയുക അഭ്യർത്ഥന മാനിച്ച് വന്ന അശ്വതിക്കും വളരെയധികം നന്ദി. പിന്നെ സലാമുക്ക ഈ ഭാഗത്തുണ്ടാവുമെന്ന് വിചാരിക്കണു. സലാമുക്ക ആണ് നമുക്ക് ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. സലാമുക്കാക്ക് നന്ദി. സ്റ്റേജും ഒക്കെ സലാമുക്കയുടെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നില്ല, നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കുള്ള ഐഡിയ തന്നത് എൻ്റെ വൈഫിൻ്റെ മദറാണ്. അദ്ദേഹമാണ് പറഞ്ഞത് കിടപ്പ് രോഗികളോ അങ്ങനെ വല്ല ആരുണ്ടെങ്കിൽ സഹായിക്കുന്നതല്ലാന്ന്. അപ്പോൾ ഉമ്മച്ചിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഉമ്മച്ചിക്കും ഒരു നന്ദി പറയാണ്. പിന്നെ ഏറ്റവും വലിയ ബാക്കപ്പ് എന്ന് പറയുന്നത് പാത്രമംഗലം കൂട്ടായ്മ തന്നെയാണ്. ഓരോരുത്തരും ഓരോ തവണയും ഇപ്പോൾ ഈ പരിപാടിക്കായാലും ലാസ്റ്റ് പരിപാടിക്കായാലും അഹോരാത്രം പ്രയത്നിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് വളരെ സക്സസ് ആയിട്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാവർക്കും, പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും പറയാം, പക്ഷേ എല്ലാവർക്കും അറിയാം ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും പാത്രമംഗലം കൂട്ടായ്മയിലുള്ള എല്ലാവരോടും വളരെയധികം നന്ദി. പിന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് മണികണ്ഠൻ നന്ദി. മ്യൂസിക് ചെയ്ത് സാബുവിന് നന്ദി ഒരുപാടുണ്ട് പറയാനായിട്ട്. പിന്നെ തോമസ് ഏട്ടൻ പറഞ്ഞ പോലെ ഈ സ്വപ്നം കാണാനൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ ചെറിയ സ്വപ്നം കാണുന്നുള്ളൂ. വലിയ വലിയ ആൾക്കാരുടെ കൂടെയൊക്കെയാണ് പേര് പറഞ്ഞത്, പക്ഷേ നമ്മളൊക്കെ അതിൻ്റെ അടുത്ത് കൂടി പോകാത്ത ആൾക്കാരാണ്. നമ്മളൊരു കാര്യം ഇമാജിൻ ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. കാണുന്ന ആൾക്കാരോട് മുഴുവൻ പറഞ്ഞേക്കും. നമ്മളൊരു കാര്യം എന്താ പറയുക ആലോചിച്ച് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു തിയറിയാണ് ബേസിക്കലി. അതാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആദ്യമേ നമ്മൾ ഇമാജിൻ ചെയ്യും നടക്കുന്ന പോലെ. പക്ഷേ ഈ പ്രസംഗിക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ അവിടെ തന്നെ സ്റ്റേജിൽ കയറുമ്പോൾ ശ്യാമ് എൻ്റെ കൈ പിടിച്ച് കയറുമ്പോൾ എന്നോട് പറഞ്ഞു നല്ല പറയാനുള്ളൂ എന്ന്. അപ്പോൾ കഴിഞ്ഞ് ശ്യാമയ്ക്ക് കുറേ ക്ലാസ്സൊക്കെ എടുത്തു തന്നു എങ്ങനെ പ്രസംഗിക്കുന്നൊക്കെ. പക്ഷെ അതൊന്നല്ല ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്, അതൊക്കെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ശ്യാമ അതൊന്നും നടപടിയില്ല. അങ്ങനെ നമ്മളതല്ലല്ലോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന പണി ഞാൻ ചെയ്യുന്നത്, ഇവർ ഷൂട്ട് ചെയ്യുന്നില്ലേ, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്, എഡിറ്റിംഗ് ആണ്, അതൊക്കെയാണ് എൻ്റെ ബൈ പ്രൊഫഷൻ. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. ചെറിയൊരു ധൈര്യം കിട്ടി തുടങ്ങിയിട്ടോ സംസാരിക്കാനായിട്ട്. അടുത്ത നമുക്ക് ശരിയാക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ജനുവരി 26. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതിനെല്ലാം കാരണഭൂതനായിട്ടുള്ള വ്യക്തിയായ അഷ്റഫ് മുഹമ്മദ് ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും ഒരു സ്നേഹ ആദരവ് നൽകി ഒന്ന് കൈകളടിച്ച് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം അല്ലേ. ഈ ഒരു നിമിഷം എനിക്ക് തോന്നുന്നു അഷ്റഫ് ഏട്ടന് മാത്രമല്ല അലീന ചേച്ചിയെ കൂടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും നമ്മൾ ഒപ്പത്തിനൊപ്പം ഒരുമിച്ച് പേര് പറയേണ്ട ആളുകളാണ്. അലീന ചേച്ചി ഒരിക്കലും ബാക്കിൽ കൊണ്ടിരുത്താൻ പറ്റില്ല, ഫ്രണ്ടിലേക്ക് വരും. നമുക്ക് വേദിയിൽ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും, അതുപോലെ ഫാമിലി കുട്ടികൾ അവിടെ അല്ലേ, അപ്പോൾ കുട്ടികളെ കൂടെ വിളിക്കാം. അപ്പോൾ നമുക്ക് അഷ്റഫ് ഏട്ടനും ഫാമിലിക്കും നമ്മുടെ ഒരു സ്നേഹം അറിയിക്കാം. 1975 പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തൊരു പാലം അതിൻ്റെ 50 വർഷം കഴിഞ്ഞ് ആ ഒരു ആഘോഷം നടക്കുമ്പോൾ, ഒരു സുവർണ ജൂബിലി ആഘോഷം നടക്കുമ്പോൾ എങ്ങനെ വ്യത്യസ്തമായി അത് ആഘോഷിക്കാം, എന്തെല്ലാം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് അല്ലേ. അപ്പം നമുക്ക് ഒന്നല്ല ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അതിൽ തന്നെ നമ്മുടെ നാട് ഒരിക്കലും മറക്കാനാവാത്ത എന്നും ഓർത്തിരിക്കുന്ന വേൾഡ് റെക്കോർഡിലെ പാത്രമംഗലത്തിൻ്റെ പേര് എഴുതി ചേർക്കുക എന്നുള്ളൊരു സന്ദർഭം കൂടെ ഉണ്ടായി ഈ ഒരു നിമിഷം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിന്ന നമ്മുടെ അഷ്റഫേട്ടനെ ആദരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി പാത്രമംഗലം കൂട്ടായ്മയെ വിളിക്കുകയാണ്. പാത്രമംഗലം കൂട്ടായ്മയിലുള്ള എല്ലാവരും വേദിയിൽ വന്നിട്ട് നമുക്ക് അഷ്റഫിനെയും അതുപോലെ വൈഫിനെയും ഫാമിലിയെയും ഒക്കെ മെമൻറ്റോ നൽകി നമ്മുടെ ഒരു ആദരം അറിയിക്കാം, സ്നേഹം അറിയിക്കാം. അപ്പോൾ പാത്രമംഗലം കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ്.
പൊന്നാട അണിയിക്കാനായിട്ട് നമുക്ക് കർമ്മല മാം ആണ് പൊന്നാട അണിയിക്കുന്നത് അഷ്റഫിക്കയ്ക്ക്. പൊന്നാട അണിയിച്ചുകൊണ്ട് നമ്മുടെ ആദരം നൽകിക്കൊണ്ട് നമുക്ക് അഷ്റഫിക്കയും വൈഫിനെയും കുട്ടികളെയും ഒക്കെ നമ്മുടെ ഒരു സ്നേഹം അറിയിക്കുകയാണ്. വളരെ വ്യത്യസ്തമായി നാടിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് അല്ലേ. അപ്പം നമുക്ക് അവരോടുള്ള സ്നേഹം അറിയിക്കുകയാണ്, ആദരവ് അറിയിക്കുകയാണ്, ഒരു മെമൻറ്റോ നൽകിക്കൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐഡിയകൾ മനസ്സിലുണ്ടെന്ന് അഷ്റഫിക്ക പറഞ്ഞു. അപ്പം അതിനൊക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. വിൻസെന്റേട്ടനാണ് മൊമെന്റോ നൽകുന്നത്. പൊന്നാട അണിയിക്കുന്നത് കർമ്മല മാം ആണ്. നമ്മുടെ എല്ലാവർക്കും വേണ്ടി പൊന്നാട അണിയിക്കുകയാണ് അഷ്റഫിക്കയ്ക്ക് കർമ്മല മാം. ഇനി വിൻസെന്റേട്ടനാണ് നമ്മുടെ മെമന്റോ നൽകുന്നത്. പാത്രമംഗലം കൂട്ടായ്മയുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. അഷ്റഫിക്കയ്ക്കും അലീന ചേച്ചിക്കും മക്കൾക്കും ഒക്കെ നമ്മുടെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ. നമുക്ക് ആഘോഷിക്കാനായിട്ട് ആർമാദിക്കാനായിട്ട് ഒന്നല്ല, ഒരുപാട് ദിവസങ്ങൾ ഇനിയും വർഷങ്ങൾ കഴിഞ്ഞു പോയാലും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ച് വ്യത്യസ്തമായ ഐഡിയകളിലൂടെ നമ്മുടെ പാത്രമംഗലത്തിൻ്റെ പേര് റെക്കോർഡിൽ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വ്യത്യസ്തമായ ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അടുത്തത് എന്തൊക്കെയാണ് എന്നറിയാനായിട്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ സാംസ്കാരിക പരിപാടി സമാപിക്കുകയാണ്.